ഞാൻ രജനി. സമഗ്ര വാർത്തകളുമായി ഉച്ചവാർത്ത തുടങ്ങുന്നു. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. PV അൻവറിന്റെ മുന്നണി പ്രവേശനത്തെ ചൊല്ലി UDF-ൽ പൊട്ടിത്തെറി. അൻവറിനെ കൂടെ കൂട്ടാൻ സമയമായില്ലെന്ന് RSP. ചർച്ചകൾക്ക് തുടക്കമിട്ടെന്ന് PK കുഞ്ഞാലിക്കുട്ടി. ഒരു ചർച്ചയും നടന്നിട്ടില്ലെന്ന് VD സതീശൻ. അൻവറിനെതിരെ ഗുരുതര വകുപ്പുകൾ ചുമത്തി കുറ്റപത്രം. ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണമില്ല. ഹർജി തീർപ്പാക്കി ഹൈക്കോടതി. SIT അന്വേഷണം തുടരാമെന്നും കോടതി. അപ്പീൽ നൽകുമെന്ന് ഭാര്യ മഞ്ജുഷ. HMV വൈറസിൽ രാജ്യത്തിന് ആശ്വാസം. വൈറസ് സ്ഥിരീകരിച്ച 2 കുട്ടികൾ രോഗമുക്തരാവുന്നു. ഒരാൾ ആശുപത്രി വിട്ടെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ആരോഗ്യ മന്ത്രാലയം. PFI ഭീകരൻ NIA കസ്റ്റഡിയിൽ. മുഹമ്മദ് അലാത്തിനെ പിടികൂടി ഡൽഹി വിമാനത്താവളത്തിൽ നിന്ന്. മുഹമ്മദ് ഹവാല ഇടപാടുകാരനെന്ന് NIA. ഇടുക്കി പുല്ലുപാറയിൽ KSRTC ബസ് കൊക്കയിലേക്ക് മറിഞ്ഞ് 4 മരണം. അപകടത്തിൽപ്പെട്ടത് മാവേലിക്കരയിൽ നിന്ന് വിനോദയാത്ര പോയ സംഘം. ബസ്സിലുണ്ടായിരുന്നത് 34 പേർ. തലശ്ശേരിയിൽ RSS പ്രവർത്തകരെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതികളുടെ അപ്പീൽ സുപ്രീം കോടതി തള്ളി. ജീവപര്യന്തം ശിക്ഷ ശരിവച്ചു. പ്രതികൾ കോടതിയെ സമീപിച്ചത് ശിക്ഷയിൽ ഇളവ് തേടി. സംസ്ഥാന സ്കൂൾ കലോത്സവം 3ാം ദിനം. തിരുവാതിരയും മിമിക്രിയും മോണോ ആക്റ്റും വേദികളിൽ. കണ്ണൂരും തൃശൂരും കോഴിക്കോടും കട്ടയ്ക്ക്. കണ്ണൂർ കാക്കയങ്ങാട് കെണിയിൽ കുടുങ്ങിയ പുലിയെ മയക്കുവെടിവെച്ചു. മുഴക്കുന്ന് പഞ്ചായത്തിൽ നിരോധനാജ്ഞ. PV അൻവറിനെതിരെ നേതൃത്വത്തിലുള്ള സംഘം നിലമ്പൂർ നോർത്ത് DFO ഓഫീസിലേക്ക് അതിക്രമിച്ചു കയറിയെന്ന റിമാൻഡ് റിപ്പോർട്ട്. പോലീസ് ഉദ്യോഗസ്ഥരെ തള്ളിമാറ്റുകയും നിലത്തിട്ട് ചവിട്ടുകയും ചെയ്തു. 7 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നതെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. PV അൻവറിന്റെ റിമാൻഡ് റിപ്പോർട്ടിന്റെ വിശദമായ പകർപ്പ് ജനം TVക്ക് ലഭിച്ചു. അതേസമയം PV അൻവറിന്റെ ജാമ്യാപേക്ഷ സമർപ്പിച്ചിരിക്കുകയാണ്. നിലമ്പൂർ കോടതിയിലാണ് അപേക്ഷ നൽകിയിട്ടുള്ളത്. വിശദമായ റിപ്പോർട്ട് നൽകാൻ പോലീസിനോട് നിർദ്ദേശിച്ചിട്ടുമുണ്ട് കോടതി. വാദം തുടരുകയാണ് ഇപ്പോഴും കോടതി. PV അൻവർ വിഷയത്തിൽ UDF-ൽ ഭിന്നത. മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടിയെ തള്ളി പ്രതിപക്ഷ നേതാവ് VD സതീശൻ രംഗത്തെത്തി. അൻവറിന്റെ UDF പ്രവേശനത്തിൽ ഒരു ചർച്ചയും നടത്തിയിട്ടില്ല. ചർച്ച ചെയ്യാൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ലെന്നും സതീശൻ പറഞ്ഞു. അതേസമയം അൻവറുമായി അനൌദ്യോഗിക ചർച്ചകൾ നടന്നെന്ന് KPCC അധ്യക്ഷൻ തന്നെ ചർച്ചകളുടെ ഭാഗമായെന്നും PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞിരുന്നു. കുഞ്ഞാലിക്കുട്ടി പറഞ്ഞതിന് മറുപടിയുമായാണ് സതീശൻ രംഗത്തെത്തിയത്. ഗൗരവതരമായ തരത്തിൽ ഈ വിഷയത്തെ കാണുന്നുണ്ട്. അതുമാത്രമല്ല UDF ഈ വിഷയം ചർച്ച ചെയ്യും. അൻവറിനോടുള്ള നയമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എങ്കിൽ അത് പാർട്ടിയും അതുപോലെ തന്നെ UDF-ഉം ചർച്ച ചെയ്ത് എടുക്കേണ്ട ഒരു തീരുമാനമാണ്. അത് UDF ചർച്ച ചെയ്യും. ഇതിനു മുമ്പും ഞങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ്. എനിക്കറിയില്ല, ഞാൻ നടത്തിയിട്ടില്ല. ഞാൻ UDF-ൻ്റെ ചെയർമാനാണ്. ഞാൻ അറിഞ്ഞുകൊണ്ട് ഒരു സംഭാഷണവും നടത്തിയിട്ടില്ല. ഒരാളെ അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ UDF നേതൃത്വം ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം വേണ്ടെന്ന് ഹൈക്കോടതി. കൊലപാതക സംശയം ഉൾപ്പെടെയുള്ള കുടുംബത്തിന്റെ ആരോപണങ്ങൾ കൂടി പ്രത്യേക സംഘം അന്വേഷിക്കണമെന്നും കോടതി. കേസ് അന്വേഷണത്തിന്റെ മേൽനോട്ട ചുമതല കണ്ണൂർ DIG വഹിക്കണമെന്നും കോടതി ഉത്തരവിട്ടു. കുടുംബത്തിന്റെ ഹർജി തീർപ്പാക്കിയാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. അതേസമയം അപ്പീൽ നൽകുമെന്ന് നവീൻ ബാബുവിന്റെ കുടുംബവും പറഞ്ഞു.
നവീൻ ബാബുവിന്റെ മരണത്തിൽ കേസന്വേഷണം CBIക്ക് കൈമാറേണ്ടതില്ലെന്ന് വ്യക്തമാക്കിയ ജസ്റ്റിസ് കൗസറടപ്പകത്തിന്റെ ബെഞ്ച് ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് കുടുംബത്തിന്റെ ഹർജി തീർപ്പാക്കിയത്. നവീൻ ബാബുവിനെ കൊന്ന് കെട്ടിത്തൂക്കിയതാണോ എന്ന സംശയം കുടുംബം ഉന്നയിച്ചിരുന്നു. ഇതടക്കമുള്ള ആക്ഷേപങ്ങൾ പ്രത്യേക സംഘം അന്വേഷിക്കണം. കൂടാതെ അന്വേഷണത്തിന്റെ മേൽനോട്ട ചുമതല കണ്ണൂർ DIG വഹിക്കണം. നിശ്ചിത ഇടവേളകളിൽ പ്രത്യേക അന്വേഷണ സംഘം റിപ്പോർട്ട് DIGക്ക് കൈമാറണം. അന്വേഷണ പുരോഗതി ഹർജിക്കാരിയെയും അറിയിക്കണം. അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് മുൻപ് പ്രത്യേക അന്വേഷണ സംഘം കരട് റിപ്പോർട്ട് തയ്യാറാക്കി DIGക്ക് നൽകി അനുമതി തേടണം എന്നിങ്ങനെയാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശങ്ങൾ. 2024 ഒക്ടോബർ 15 രാവിലെയാണ് നവീൻ ബാബുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അന്വേഷണത്തിനായി പ്രത്യേക സംഘത്തെ നിയോഗിച്ചെങ്കിലും CBI അന്വേഷണം വേണമെന്നായിരുന്നു ഭാര്യ മഞ്ജുഷയുടെ ഹർജിയിലെ ആവശ്യം. അന്വേഷണം അട്ടിമറിക്കപ്പെടുന്നുവെന്നും ഉന്നത രാഷ്ട്രീയ സ്വാധീനമുള്ള പ്രതിയായ PP ദിവ്യയ്ക്ക് വ്യാജ തെളിവുകൾ ഉണ്ടാക്കാൻ അന്വേഷണ സംഘം അവസരം നൽകുന്നുവെന്നും ഹർജിയിൽ ആരോപണമുണ്ടായിരുന്നു. കോടതി നിർദ്ദേശിച്ചാൽ അന്വേഷണം ഏറ്റെടുക്കാൻ തയ്യാറാണെന്നായിരുന്നു CBIയുടെ നിലപാട്. പ്രത്യേക സംഘത്തിന്റെ അന്വേഷണം ശരിയായ ദിശയിലാണെന്നായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ വാദം. അതിനിടെ CBI അന്വേഷണം എന്ന ആവശ്യത്തിൽ നിന്നും പിന്നോട്ടില്ലെന്ന് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ പ്രതികരിച്ചു. ഉദ്ദേശിക്കുന്നില്ല, ഏതറ്റം വരെയും മുമ്പോട്ട് പോകാൻ തന്നെ ഉദ്ദേശിക്കുന്നത്. തൃപ്തി ഇല്ലാത്തത് കൊണ്ടാണ് ഹൈക്കോടതിയിൽ നമ്മൾ ഇവിടെ ഞാൻ ഹർജി സമർപ്പിച്ചത്. ഉത്തരവ് വന്നിരിക്കുന്ന ഹൈക്കോടതി കൃത്യമായിട്ട് പരിഗണിക്കാത്തത് കൊണ്ടാണല്ലോ ഇങ്ങനെ ഒരു ഉത്തരവ് വന്നത്. ഇനി ഞങ്ങൾ അപ്പീലുമായിട്ട് മുമ്പോട്ട് പോകും. തൃപ്തികരമല്ല, അങ്ങനെ തന്നെ നിലനിൽക്കുന്ന സംശയങ്ങൾ. എന്തായാലും പിന്നോട്ട് മാറാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല, മുമ്പോട്ട് തന്നെ പോകാൻ തന്നെ തീരുമാനിച്ചിട്ടില്ല. ജനം, കൊച്ചി. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോവുകയാണ്. ഗുജറാത്തിലും HMV വൈറസ് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. 2 മാസം പ്രായമുള്ള കുട്ടിക്കാണ് വൈറസ് ബാധ സ്ഥിരീകരിച്ചത്. അതേസമയം ബംഗളൂരുവിൽ വൈറസ് ബാധ സ്ഥിരീകരിച്ച 2 കുട്ടികളിൽ ഒരു കുട്ടി രോഗമുക്തയായി. രോഗം സ്ഥിരീകരിച്ച 3 മാസം പ്രായമായ കുട്ടിയാണ് ആശുപത്രി വിട്ടത്. ഒരു കുട്ടി രോഗമുക്തനാകുന്നു എന്നും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം സ്ഥിരീകരിച്ചിരിക്കുന്നു. ഐസൻ ജോസ് ഉണ്ട് വിവരങ്ങൾ നൽകാനായിട്ട്. ഐസൻ, ആശ്വാസകരമായ ഒരു കാര്യം, ആദ്യം ബംഗളൂരുവിൽ 2 കുട്ടികൾക്ക് രോഗബാധയുണ്ടായി. അതിലൊരു കുട്ടിക്ക് രോഗമുക്തമായിട്ട് അത് ആശുപത്രി വിട്ടു എന്നുള്ള വാർത്തകൾ വരുന്നു. ഒപ്പം തന്നെ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം, 3ാമതും രോഗബാധ സ്ഥിരീകരിച്ചിരിക്കുന്നു ഗുജറാത്തിൽ. എന്തൊക്കെയാണ് വിവരങ്ങൾ? തീർച്ചയായും രജനി, ഏറെ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം തന്നെയാണ് ഒരു കുട്ടി രോഗമുക്തയായി അല്ലെങ്കിൽ രോഗം മാറി എന്ന വിവരം റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. നമുക്കറിയാവുന്നതാണ്, ഈ രോഗം അത്ര ഗൗരവതരമായ ഒരു രോഗമല്ല. നമുക്ക് നേരത്തെ കൊറോണയോ അതുപോലുള്ള രോഗങ്ങളെ പോലെ വ്യാപകമായി പടർന്നു പിടിക്കാനോ ശക്തമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനോ സാധ്യതയുള്ള ഒരു രോഗമല്ല എന്ന് ആരോഗ്യ വിദഗ്ധരെല്ലാം തന്നെ സൂചിപ്പിച്ചിരുന്നു. ഭാരതത്തിൽ ഇതിനുള്ള സാധ്യത വളരെ കുറവാണ് എന്നും വളരെ കൃത്യമായി പറഞ്ഞിരുന്നു. അതിന് തെളിവ് കൂടിയാണ് 3 മാസം പ്രായമായ കുഞ്ഞിന്റെ രോഗം റിപ്പോർട്ട് ചെയ്യുന്ന അതായത് പരീക്ഷണം നടന്ന ലാബറട്ടറി പരിശോധനകൾ നടക്കുന്ന വേളയിൽ തന്നെ രോഗമുക്തി ലഭിച്ചു, അല്ലെങ്കിൽ വൈറസിന്റെ സാന്നിധ്യം ഇല്ലാതായി എന്നത് ആ വൈറസിന്റെ ശക്തി അത്രയ്ക്കില്ല എന്ന് തന്നെയാണ് ഉറപ്പായും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് തീർച്ചയായും പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല 3 മാസം മാത്രം പ്രായമായ ഒരു കുട്ടിയുടെ സ്വാഭാവിക പ്രതിരോധ ശേഷിയിൽ തന്നെ ഇതിനെ അഭിസംബോധന നേരിടാൻ സാധിച്ചു എന്നത് വളരെയധികം പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഇന്ന് രാവിലെയാണ് ഈ രോഗം റിപ്പോർട്ട് ചെയ്യാൻ ആരംഭിച്ചത്. ആദ്യ കേസ് ബാംഗ്ലൂരിൽ നിന്നും 8 മാസം പ്രായമായ ഒരു കുട്ടിക്ക് റിപ്പോർട്ട് ചെയ്തു. തുടർന്നാണ് 3 മാസമായ പ്രായമുള്ള ഒരു കുട്ടിക്ക് കൂടി ഈ രോഗബാധയുണ്ടായി എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരികയും ആ കുട്ടി രോഗം മാറി എന്ന് ഇന്നത്തെ പരിശോധനാ ഫലങ്ങൾ പുറത്തു വരികയും ചെയ്തത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഗുജറാത്തിൽ നിന്നും 3ാമത്തെ കേസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നിലവിൽ ഗുജറാത്തിലും കർണാടകയിലും ഈ രോഗം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു എന്നത് ചില ആശങ്കകൾ ജനിപ്പിക്കുന്നുവെങ്കിൽ കൂടി ഇത് ഭാരതത്തിൽ ഉണ്ടായിരുന്ന ഒരു വൈറസ് തന്നെയാണ്. ഈ വൈറസിന്റെ പരിശോധന അല്ലെങ്കിൽ ഈ വൈറസിന്റെ സാന്നിധ്യം കണ്ടെത്തുന്നതിനുള്ള പരിശോധനകൾ കാര്യമായി നടന്നിരുന്നില്ല. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായ ഒരു ജലദോഷമായി മാത്രം, അല്ലെങ്കിൽ ജലദോഷത്തിന് സമാനമായ കുറച്ച് കടുപ്പത്തിലുള്ള ജലദോഷം എന്നതിനപ്പുറം കൂടുതൽ രോഗസാധ്യതകൾ ഇതിനില്ല, അല്ലെങ്കിൽ അപകട സാധ്യതകൾ ഇല്ല എന്നൊരു സാഹചര്യം നിലനിന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് കണ്ടെത്തുന്നതിന് വലിയ പരിശോധനകളോ അല്ലെങ്കിൽ അതീവ ഗുരുതരമായ സാഹചര്യങ്ങളോ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല, കുട്ടികളിൽ ഈ രോഗം ഉണ്ടാകുമ്പോൾ അത് വർദ്ധിക്കാനുള്ള സാധ്യത ചെറിയ തോതിൽ ഇൻഫ്ലുവൻസയൊക്കെയുള്ള വരാൻ സാധ്യതയുള്ള കുട്ടികളിൽ ഇത് ഗൗരവതരമാകുമെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നു. അത്തരത്തിലൊരു പ്രശ്നം ഇപ്പോൾ നിലവിൽ സാഹചര്യങ്ങളിൽ കാണാനില്ല എന്നതിന് തെളിവ് കൂടിയാണ് ഈ കുട്ടി രോഗം. ഒരു കാര്യം കൂടി ഉണ്ട്, കാരണം നേരത്തെ 2 കുട്ടികൾ ഈ രോഗം സ്ഥിരീകരിച്ചു എന്ന് പറയുമ്പോൾ ആരോഗ്യ മന്ത്രാലയം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവർക്ക് വിദേശയാത്ര പശ്ചാത്തലം ഒന്നും കാണുന്നില്ല എന്ന്. ഇപ്പോൾ ഈ 3ാമത് ഗുജറാത്തിൽ സ്ഥിരീകരിച്ചതിൽ എന്താണ് ആരോഗ്യ മന്ത്രാലയം പറയുന്നത് സംബന്ധിച്ച്?
രജനി, ഗുജറാത്തിൽ സ്ഥിരീകരിച്ച വിഷയം സംബന്ധിച്ച് ആരോഗ്യ മന്ത്രാലയത്തിന്റെ പൂർണ്ണമായ സ്ഥിരീകരണങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. നിലവിലെ സാഹചര്യത്തിൽ ഈ മറ്റു 2 കുട്ടികൾക്ക്, ആദ്യം ബംഗളൂരുവിൽ കണ്ടെത്തിയ 2 കുട്ടികൾക്കും വിദേശയാത്രാ പശ്ചാത്തലമില്ല എന്ന് കൃത്യമായി പറയുമ്പോഴും ഗുജറാത്തിലെ കാര്യത്തിൽ അത്തരമൊരു സ്ഥിരീകരണം ഇതുവരെ ലഭ്യമായിട്ടില്ല. ഔദ്യോഗികമായി രോഗം കണ്ടെത്തിയെന്നത് സ്ഥിരീകരിക്കുകയും അത് വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടും അതുപോലെ തന്നെ ഇന്ത്യൻ കൗൺസിൽ ഫോർ മെഡിക്കൽ റിസർച്ച് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ അത് കൃത്യമായി റിപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. അത്തരത്തിലുള്ള ഒരു റിപ്പോർട്ടിംഗ് ഇതുവരെ ഉണ്ടായിട്ടില്ല. എങ്കിലും അത്തരത്തിൽ രോഗം കണ്ടെത്തിയിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ഗുജറാത്തിലും ഇത് കണ്ടെത്തിയിരിക്കുന്നു. പക്ഷേ ആ കുട്ടിക്ക് വിദേശയാത്രാ പശ്ചാത്തലമുണ്ടോ എന്നെല്ലാം തന്നെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. നിലവിലെ സാഹചര്യത്തിൽ ഒരു ഭാരതീയ സാഹചര്യമാണെങ്കിൽ ഇത്രയും ചെറിയ കുട്ടികളുമായി വിദേശയാത്ര നടത്താനുള്ള സാഹചര്യം വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ വിദേശയാത്രാ സാഹചര്യം ഉണ്ടാകാനുള്ള സാധ്യത ഈ കുട്ടികളിൽ വളരെ കുറവാകാനാണ് ഒരു സാഹചര്യമുള്ളത് എന്നതും ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. എന്തു തന്നെയായാലും നിലവിലെ സാഹചര്യത്തിൽ മൂന്നാമത്തെ ഒരു കേസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു എന്നത് ഇത് ഭാരതത്തിൽ ഈ രോഗത്തിന്റെ സാന്നിധ്യമുണ്ട് എന്നതിന് തെളിവ് കൂടിയാണ്. എന്നാൽ അപകടകരമായ ഒരു സാഹചര്യം ഈ രോഗം ഉണ്ടാക്കില്ല എന്ന് പ്രതീക്ഷിക്കാവുന്ന ഒരു ഉറപ്പ് തന്നെയാണ് ഇത്തരത്തിലുള്ള ഈ രോഗം മാറി ഒരു കുട്ടിക്ക് രോഗം കണ്ടെത്തുന്നതും മാറിയതുമായ റിപ്പോർട്ട് ഒരേ ദിവസം തന്നെ ICMR ഭാഗത്ത് നിന്ന് പുറത്തു വരുന്നത്. അത് ശക്തമായൊരു രോഗമല്ല, ശക്തമായൊരു ആരോഗ്യ സാഹചര്യം അത് സൃഷ്ടിക്കുന്നില്ല എന്നതും ഏറെ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ്. ഈ രോഗം മാറിയ കുട്ടിയെ ആശുപത്രിയിൽ നിന്നും തിരിച്ചയച്ചു എന്നതും നമുക്കിപ്പോൾ റിപ്പോർട്ടുകൾ ലഭ്യമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എങ്കിലും കരുതൽ അനിവാര്യമാണ്. കുട്ടികളിൽ ഇത് വലിയ തോതിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. എങ്കിലും അത് ചൈനയിലെ വേരിയന്റ് ആണോ, ചൈനയിലെ ജനറ്റിക് വേരിയന്റ് ആണോ എന്നത് സംബന്ധിച്ച് സ്ഥിരീകരണം ഇനിയും വരേണ്ടതുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ പുതിയൊരു വൈറസിന്റെ സ്വഭാവമായതിനാൽ തന്നെ ഇതിന്റെ ഇൻഫോർമാറ്റിക് ഡാറ്റ വിവരങ്ങൾ, അതായത് ഈ വൈറസിന്റെ സ്വഭാവം എന്ത്, ഏത് രീതിയിൽ പടരുന്നു, അതിന്റെ ശരീരഘടന എന്ത്, അല്ലെങ്കിൽ അതിന്റെ ഘടനാപരമായ പ്രത്യേകതകൾ എന്ത് എന്നെ സംബന്ധിച്ചുള്ള ജനറൽ ഇൻഫർമേഷൻ ഒന്നും ശരി. അതായത് നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്ന് തന്നെയാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പറയുന്നത്. അപ്പോഴും ജാഗ്രതാ നിർദ്ദേശങ്ങളൊന്നും തന്നെ കൈവിടിയാനും പാടില്ല. ഗുജറാത്തിലും HMV വൈറസ് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. 2 മാസം പ്രായമുള്ള കുട്ടിക്കാണ് ഇപ്പോൾ രോഗബാധ കണ്ടെത്തിയിരിക്കുന്നത്. അതേസമയം തന്നെ ബംഗളൂരുവിൽ വൈറസ് ബാധ സ്ഥിരീകരിച്ച 2 കുട്ടികളിൽ ഒരു കുട്ടി രോഗമുക്തയായി ആശുപത്രി വിടുകയും ചെയ്തിട്ടുണ്ട്. വിശദമായ റിപ്പോർട്ടാണ് ഐസിൻ ജോസ് നൽകിക്കൊണ്ടിരുന്നത്. PFI ഭീകരൻ ഡൽഹിയിൽ പിടിയിൽ. PFIക്കായി ഹവാല ഇടപാട് നടത്തിയ മുഹമ്മദ് അലാത്തിനെയാണ് NIA പിടികൂടിയത്. ഗൾഫിൽ നിന്ന് വന്ന ഭീകരനെ വിമാനത്താവളത്തിൽ നിന്നാണ് കസ്റ്റഡിയിലെടുത്തത്. ദുബൈയിൽ നിന്ന് ഡൽഹി വിമാനത്താവളത്തിലെത്തിയ ബീഹാർ സ്വദേശി മുഹമ്മദ് ആലത്തിനെയാണ് NIA കൈയോടെ പിടികൂടിയത്. PFIക്കായി ഹവാല ഇടപാട് നടത്തിയ വ്യക്തിയാണ് പിടിയിലായ മുഹമ്മദ് ആലത്ത്. പോപ്പുലർ ഫ്രണ്ടിന്റെ സാമ്പത്തിക ഇടപാടിനെ പറ്റി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിശദമായ ഒരു അന്വേഷണം നടത്തിയിരുന്നു. ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് 13,000 അക്കൗണ്ടുകൾ വഴിയാണ് PFIക്ക് പണമെത്തിയിരുന്നത്. ഇതിൽ ഒരു അക്കൗണ്ട് മുഹമ്മദ് ആലത്തിന്റേതാണ്. ED കണ്ടെത്തിയ 13,000-ൽ 10,000-ഓളം അക്കൗണ്ടുകൾ മലയാളികളുടേത്. ഇന്ത്യയിൽ കാലുകുത്തിയാൽ അപ്പോൾ അറസ്റ്റ് ചെയ്യും എന്നതിനാൽ ഈ മലയാളി PFI ഭീകരരെല്ലാം ഗൾഫ് രാജ്യങ്ങളിൽ തന്നെ തുടരുന്നു. ഇവരെല്ലാം അടുത്തിടെ കുടുംബങ്ങളെ കേരളത്തിൽ നിന്നും ഗൾഫിലേക്ക് കൊണ്ടുപോയതായി NIA വൃത്തങ്ങൾ അറിയിച്ചു. ജനം, ഡൽഹി. പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയിരിക്കുകയാണ് പ്രതികൾ. KV കുഞ്ഞിരാമൻ അടക്കം 4 പ്രതികളാണ് പ്രത്യേക CBI കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകിയത്. രേഷ്മ ബാബു ചേരുന്നുണ്ട്. രേഷ്മ, 5 വർഷത്തെ തടവിനായിരുന്നു KV കുഞ്ഞിരാമൻ, മുൻ MLA അടക്കമുള്ള 4 പ്രതികളെ പ്രത്യേക CBI കോടതി ശിക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതിനെതിരെയാണ് അപ്പീൽ നൽകിയിരിക്കുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? രജനി, മുൻ MLA ആയിട്ടുള്ള KV കുഞ്ഞിരാമൻ അടക്കം ഉള്ള പ്രതികളാണ് ഇപ്പോൾ നിലവിൽ ഹൈക്കോടതിയിൽ പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ CBI കോടതി വിധിയുടെ അത് ചോദ്യം ചെയ്തുകൊണ്ട് അപ്പീൽ നൽകിയിരിക്കുന്നത്. പ്രത്യേക CBI കോടതിയുടെ വിധി റദ്ദാക്കണമെന്നുള്ള ആവശ്യം തന്നെയാണ് പ്രതികൾ ഉന്നയിച്ചിട്ടുള്ളത്. അത് മാത്രമല്ല, ശിക്ഷാവിധി സസ്പെൻഡ് ചെയ്തുകൊണ്ട് ജാമ്യം നൽകണമെന്നുള്ള ഒരു ആവശ്യവും പ്രതികൾ ഉന്നയിച്ചിട്ടുണ്ട്. 5 വർഷത്തെ തടവിനാണ് ഈ പറയുന്ന കുഞ്ഞിരാമൻ അടക്കമുള്ള 4 CPM നേതാക്കൾക്ക് ശിക്ഷ വിധിച്ചിരുന്നത്. K മണികണ്ഠൻ, രാഘവൻ വെളുത്തോളി, KV ഭാസ്കരൻ എന്നിവരാണ് കുഞ്ഞിരാമനെ കൂടാതെ ഹൈക്കോടതി മുൻപാകെ അപ്പീൽ നൽകിയിരിക്കുന്നത്. 5 വർഷം തടവിന് ശിക്ഷ വിധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ജാമ്യത്തിൽ കഴിഞ്ഞിരുന്ന പ്രതികളുടെ ജാമ്യം റദ്ദാക്കുകയും ചെയ്തിരുന്നു. നിലവിൽ ഇവർ കണ്ണൂർ സെൻട്രൽ ജയിലിലാണ്. എന്തായാലും ഈ ജാമ്യം നൽകണമെന്നുള്ള ഒരു ആവശ്യം, ഇടക്കാല ആവശ്യം എന്നുള്ള രീതിയിൽ ജാമ്യം നൽകണമെന്നുള്ള ഒരു ആവശ്യം കൂടി പ്രതികൾ ഉന്നയിച്ചിട്ടുണ്ട്. 22ാം പ്രതിയായിരുന്നു ഈ പറയുന്ന CPMന്റെ മുൻ ഉദുമ MLA ആയിട്ടുള്ള KV കുഞ്ഞിരാമൻ. 1ാം പ്രതിയായിട്ടുള്ള പീതാംബരൻ, അതായത് പെരിയ ലോക്കൽ കമ്മിറ്റി
കമ്മിറ്റി അംഗമായിട്ടുള്ള പീതാംബരൻ അടക്കമുള്ളവർക്ക് ഈ പ്രത്യേക CBI കോടതി ഇരട്ട ജീവപര്യന്തം തടവായിരുന്നു ശിക്ഷ വിധിച്ചത്. 1 മുതൽ 8 വരെയുള്ള പ്രതികൾക്കും 15ാം പ്രതിക്കും അതോടൊപ്പം തന്നെ 10ാം പ്രതിക്കുമായിരുന്നു. മൊത്തത്തിൽ 10 പ്രതികൾക്കായിരുന്നു ഇരട്ട ജീവപര്യന്തം തടവിന് ശിക്ഷ വിധിച്ചത്. ഒപ്പം തന്നെ 2 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചിരുന്നു. KV കുഞ്ഞിരാമൻ അടക്കമുള്ള ഭാസ്കരൻ അടക്കമുള്ളവർക്ക് കോടതി വിധിച്ചത് CBI കോടതി വിധിച്ച ശിക്ഷ എന്ന് പറയുന്നത് 5 വർഷം തടവും അതോടൊപ്പം തന്നെ 1000 രൂപ പിഴയുമായിരുന്നു. എന്തായാലും ഈ CBI കോടതിയുടെ വിധി റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് നിലവിൽ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയിരിക്കുന്നത്. ഹൈക്കോടതി അപ്പീൽ പരിഗണിച്ചുകൊണ്ട് പ്രാഥമികമായിട്ടുള്ള നടപടി എന്നുള്ള രീതിയിൽ നിലവിൽ ഈ ഒരു സർക്കാർ അല്ലെങ്കിൽ CBIയുടെ അടക്കം നിലപാട്, എതിർകക്ഷികളുടെ നിലപാട് ഇക്കാര്യത്തിൽ മറുപടി എന്നുള്ള രീതിയിൽ ആരായുകയും ചെയ്യും. എന്തായാലും തങ്ങളുടെ ശിക്ഷാവിധി സസ്പെൻഡ് ചെയ്ത് ജാമ്യത്തിൽ വിടണമെന്നുള്ള ഒരു ഇടക്കാല ആവശ്യവും പ്രതികൾ ഉന്നയിച്ച ഒരു സാഹചര്യമുണ്ട്. നമുക്കറിയാം രജനി, ഈ പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ CPM-നെ പ്രതിക്കൂട്ടിലാക്കുന്ന അല്ലെങ്കിൽ ആ രീതിയിലുള്ള പ്രതിരോധത്തിലാക്കുന്ന തരത്തിലുള്ള ഒരു വിധിയായിരുന്നു CBI കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. കാരണം ഈ ഗൂഢാലോചനയിൽ അടക്കം പങ്കില്ല എന്നുള്ളൊരു നിലപാടായിരുന്നു CPM-ന്റെ നേതാക്കൾ നേരത്തെ സ്വീകരിച്ചതെങ്കിൽ CBI കോടതി വിധിയോടുകൂടി കൃത്യമായിട്ട് ഇതിൽ പങ്കാളിത്തമുണ്ട്. അതായത് ഈ പ്രതികളെ സ്റ്റേഷനിൽ നിന്ന് ഇറക്കിക്കൊണ്ട് പോകുന്നതിലടക്കം കലാപശ്രമം തുടങ്ങിയ വകുപ്പുകളാണ് ഈ പറയുന്ന KV കുഞ്ഞിരാമനെതിരെ ചുമത്തിയിരുന്നത്. അതടക്കം തെളിയിക്കപ്പെട്ടു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് 5 വർഷം തടവിന് 220B-യുടെ അടിസ്ഥാനത്തിൽ ശിക്ഷ വിധിച്ചത്. എന്തായാലും CPM-നെ പ്രതിക്കൂട്ടിലാക്കിയ കേസിൽ നിലവിൽ ഈ അപ്പീൽ നൽകിക്കൊണ്ട് ഈ ശിക്ഷാവിധി ചോദ്യം ചെയ്തുകൊണ്ടാണ് 4 നേതാക്കളും, അതായത് KV കുഞ്ഞിരാമൻ അടക്കമുള്ളവർ ഇപ്പോൾ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയിരിക്കുന്നത്. എന്തായാലും ഹൈക്കോടതി വിശദമായിട്ട് തന്നെ ഈ അപ്പീലിന്മേൽ വാദം കേൾക്കും. പെരിയ ഇരട്ടക്കൊലക്കേസിൽ പ്രതികൾ അപ്പീൽ നൽകിയിരിക്കുകയാണ്. ശിക്ഷാവിധിയിൽ ഇളവ് വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അപ്പീൽ നൽകിയത്. രേഷ്മ ബാബുവാണ് വിശദാംശങ്ങൾ നൽകിയത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോവുകയാണ്. കണ്ണൂരിൽ കെണിയിൽ കുടുങ്ങിയ പുലിയെ മയക്കുവെടി വെച്ച് പിടികൂടിയിരിക്കുകയാണ്. ഉടൻ കൂട്ടിലേക്ക് മാറ്റും. മിഥുൻ പിള്ള ചേരുന്നുണ്ട്. മിഥുൻ, മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ ഈ പുലിയെ മയക്കുവെടി വെച്ച് പിടികൂടി എന്നാണ് അറിയാൻ കഴിയുന്നത്. എപ്പോഴായിരിക്കും ഇനി കൂട്ടിലേക്ക് മാറ്റുന്നത്? മറ്റെന്തൊക്കെയാണ് വിവരങ്ങൾ? പുലിയുടെ ഒരു സാന്നിധ്യം കണ്ടെത്തിയത് കാക്കങ്ങാട് ടൗണിനോട് ചേർന്നുള്ളൊരു പ്രദേശം തന്നെയാണ്. 2 റൗണ്ട് മയക്കുവെടി വെച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഇപ്പോൾ പുലിയെ ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പിടികൂടിയിട്ടുണ്ട്. ഉടൻ തന്നെ കൂട്ടിലേക്ക് മാറ്റും. നമുക്ക് ഈ ദൃശ്യത്തിൽ കാണുന്ന ഈ ഒരു വഴിയിൽ കൂടി ആയിരിക്കും പുലിയെ വാഹനത്തിൽ കയറ്റി കൊണ്ടുവരിക എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ആദ്യം ഒരു കൂട് കൊണ്ടുവന്നിരുന്നെങ്കിൽ പോലും നല്ല ആരോഗ്യവാനായ ഒരു പുലിയായിരുന്നു. അതുകൊണ്ട് തന്നെ അതിനെ കയറ്റാൻ സാധിക്കാത്ത തരത്തിലൊരു കൂട് ആദ്യം കൊണ്ടുവന്നത്. പിന്നീട് വലിയൊരു കൂട് വീണ്ടും കൊണ്ടുവന്ന് വാഹനത്തിൽ കൊണ്ടുവന്ന ശേഷം ഈ പുലിയുള്ള ആ ഭാഗത്തേക്ക് വാഹനത്തിൽ കയറ്റി കൊണ്ടുപോവുകയായിരുന്നു. നിലവിൽ മയക്കുവെടി വെച്ച് പുലി മങ്ങിയിട്ടുണ്ട്. വലയിട്ട് കൂടിലേക്ക് മാറ്റാനുള്ളൊരു ശ്രമം തന്നെയാണ് നടക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആദ്യഘട്ടത്തിൽ തന്നെ ഈ മയക്കുവെടി വെക്കുന്ന ഘട്ടത്തിൽ തന്നെ ഇത് ഈ പുലി കുടുങ്ങിയത് ഏത് തരത്തിലുള്ള കെണിയിലാണ് എന്നൊരു സംശയമുണ്ടായിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ ആളുകളെ അങ്ങോട്ടേക്ക് കടത്തിവിടാൻ വനംവകുപ്പ് അധികൃതരും പോലീസും തയ്യാറായിരുന്നില്ല. കാരണം എന്തെങ്കിലും തരത്തിൽ കെട്ട് പൊട്ടിച്ച് പുലി പുറത്തേക്ക് വരുന്നൊരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് കൂടുതൽ ആപത്ത് ക്ഷണിച്ചു വരുത്തുന്നൊരു സാഹചര്യം ഉണ്ടാകും. ആ ഒരു സാധ്യത കണക്കിലെടുത്തുകൊണ്ട് ആ പ്രദേശത്തേക്ക് ആളുകൾ പോകുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. വനംവകുപ്പ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ പോലീസിൻ്റെ ആളുകൾ മാത്രമാണ് ഇപ്പോൾ അങ്ങോട്ട് പോയിട്ടുള്ളത്. 2 റൗണ്ട് വെടിവെച്ച് പുലിയെ മയക്കിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അല്പസമയത്തിനകം തന്നെ കൊണ്ടുവന്ന പ്രത്യേക കൂട്ടിലേക്ക് പുലിയെ മാറ്റി പുറത്തേക്ക് കൊണ്ടുവരും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഇവിടെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയുമാണ് രജനി. മാത്രമല്ല, പലവട്ടം ഈ പ്രദേശവാസികൾ അടക്കം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ഈ വന്യജീവികളുടെ ശല്യം അതിരൂക്ഷമായിട്ട് തുടരുന്ന ഒരു മേഖല കൂടെയാണെന്ന്. അപ്പോഴൊന്നും തന്നെ വനം വകുപ്പ് നിസ്സാരവൽക്കരിക്കുന്ന ഒരു സാഹചര്യം അതുതന്നെയാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകാനുള്ള കാര്യവും. ഇപ്പോഴും ഈ പ്രദേശവാസികൾക്ക് ആശങ്ക മാറുന്നില്ല എന്ന് തന്നെയല്ലേ നമുക്ക് മനസ്സിലാക്കേണ്ടത്? രജനി, അത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഈ വന്യമൃഗശല്യം രൂക്ഷമായൊരു പ്രദേശം കൂടിയാണ് ഈ കാക്കങ്ങാട് മേഖല എന്നാണ് പറയുന്നത്. കാരണം ഇതിന് തൊട്ടടുത്ത് തന്നെയാണ് ആറളം ഫാമൊക്കെ ഉള്ളത്. വളരെ അധികം ദൂരെയല്ലാത്ത ഒരു സ്ഥലം തന്നെയാണ്. തൊട്ടടുത്ത് വനമേഖലയും കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ കാട്ടുപന്നിയുടെ ഉൾപ്പെടെയുള്ള ശല്യം രൂക്ഷമായൊരു പ്രദേശം തന്നെയാണ് ഇത് എന്ന് നമ്മളിവിടെ വന്ന സമയത്ത് തന്നെ നാട്ടുകാർ ഒന്നടങ്കം പറയുന്നുണ്ട്. പുലിയുടെ സാമീപ്യം ആദ്യമായിട്ടാണ് ഇവിടെ ഉണ്ടായതെന്നും പറയുന്നുണ്ട്. ഇത് എന്ത് തരം കെണിയിലാണ്? ആദ്യഘട്ടത്തിൽ ഈ കാട്ടുപന്നിക്ക് വെച്ച കെണിയിലാണ്
അവിടെ പുലി കുടുങ്ങിയെന്നടക്കമുള്ള തരത്തിൽ സംസാരങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഏത് തരത്തിലുള്ള കെണിയിലാണ് ഈ പുലി കുടുങ്ങിയത്, കേബിളിലാണോ കുടുങ്ങിയെന്നടക്കമുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ പുലി രക്ഷപ്പെട്ട് പോകുമോ? ഈ പുലി നല്ല ആരോഗ്യവാനായ ഒരു പുലിയാണ്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് രക്ഷപ്പെട്ട് ചാടി പോകാൻ സാധ്യതയൊക്കെ ആദ്യത്തെ ഘട്ടത്തിൽ കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രദേശത്തെ ആളുകൾക്ക് ഉള്ളിലേക്ക് കയറിപ്പോകാൻ ഒരു നിയന്ത്രണമൊക്കെ ഈ പോലീസും വനംവകുപ്പ് അധികൃതരും ഉൾപ്പെടെ ഏർപ്പെടുത്തിയിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ മാത്രം അവിടെ പോയിക്കൊണ്ട് വനംവകുപ്പിൻ്റെ വെറ്റിനറി സർജനുണ്ട് ഡോക്ടർ അജേഷ് മോഹൻദാസ്, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പോയി ഈ മയക്കുവെടി വെച്ച് പുലിയെ പിടികൂടാനുള്ളൊരു ശ്രമം നടത്തിയത്. ഇപ്പോൾ 2 റൗണ്ട് മയക്കുവെടി വെച്ച് പുലി മയങ്ങിയിട്ടുണ്ട്. ഉടൻ തന്നെ കൂട്ടിലേക്ക് മാറ്റുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. രജനി. ശരി, എന്തായാലും കണ്ണൂരിൽ കെണിയിൽ കുടുങ്ങിയ പുലിയെ മയക്കുവെടി വെച്ചിരിക്കുകയാണ്. ഉടൻ തന്നെ അതിനെ കൂട്ടിലേക്ക് മാറ്റും. പരിശോധനയ്ക്ക് ശേഷം ഫോറസ്റ്റ് വെറ്റിനറി സർജൻ ഡോക്ടർ കെ അജേഷ് മോഹൻദാസ് ആണ് വെടിവെച്ചത്. എന്തായാലും ഈ പ്രദേശവാസികളുടെ ആശങ്ക തീരുന്നില്ല. നമ്മൾ പല തവണകളായിട്ട് ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം കാട്ടാന ആക്രമണത്തിൽ മലപ്പുറത്തൊരു വനവാസി ദാരുണാന്ത്യം ഉണ്ടായിരുന്നു. ഇങ്ങനെ സംഭവങ്ങൾ അരങ്ങേറുമ്പോഴും വനം വകുപ്പ് നോക്കുകുത്തിയായിട്ട് നിൽക്കുന്നൊരവസ്ഥ തന്നെയാണ് കാണാൻ കഴിയുന്നത്. അതുതന്നെയാണ് ഇവിടെയും ഉണ്ടായിരിക്കുന്നതെന്ന് തന്നെ പറയാം. എന്തായാലും ഇപ്പോൾ ആശ്വാസകരം എന്ന് പറയുന്നത് പുലിയെ മയക്കുവെടി വെച്ചിരിക്കുകയാണ്. 2 റൗണ്ട് മയക്കുവെടി വെച്ചതിന് ശേഷം അതിനെ കൂട്ടിലേക്ക് മാറ്റാനുള്ള നടപടിക്രമങ്ങളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മിഥുൻ പിള്ളയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. തലശ്ശേരി മേലൂർ RSS പ്രവർത്തകരെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതികളുടെ അപ്പീൽ സുപ്രീം കോടതി തള്ളി. ജീവപര്യന്തം ശിക്ഷ ശരിവെച്ച ഹൈക്കോടതി വിധിക്കെതിരെയായിരുന്നു പ്രതികളുടെ അപ്പീൽ. ദിനേശൻ, അശോകൻ, ശിവദാസൻ, പ്രദീപൻ, റിനീഫ് എന്നിവരാണ് പ്രതികൾ. 2002 സുജീഷ്, സുനിൽ എന്നിവരെ പ്രതികൾ കൊലപ്പെടുത്തിയത്. ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്നും. ജിഷ്ണു, അതിക്രൂരമായ കൊലപാതകം തന്നെയായിരുന്നു. CPM പ്രവർത്തകർക്ക് തിരിച്ചടിയുടെയല്ലേ ഈ ഒരു സുപ്രീം കോടതി അപ്പീൽ തള്ളിക്കൊണ്ടുള്ള ഈ ഒരു നടപടി? രജനി, കണ്ണൂർ മേലൂർ ഇരട്ടക്കൊലപാതക കേസിൽ 5 CPM പ്രവർത്തകരുടെ ഹർജിയാണ് ഇപ്പോൾ സുപ്രീം കോടതി തള്ളിയിട്ടുള്ളത്. കേസിൽ ജീവപര്യന്തം ശിക്ഷ 5 CPM പ്രവർത്തകർക്കെതിരെ വിചാരണ കോടതി വിധിച്ചിരുന്നു. ഇതിനെതിരെ ആദ്യം സുപ്രീം കോടതിയിലും ആദ്യം ഹൈക്കോടതിയിലും ഇപ്പോൾ സുപ്രീം കോടതിയിലും CPM പ്രവർത്തകർ സമീപിച്ചെങ്കിലും രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠവും കേസിൽ പ്രതികൾക്കുള്ള വിചാരണ കോടതി വിധിച്ച ശിക്ഷ ശരിവെക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. 2002 RSS പ്രവർത്തകരായ CK സുജീഷ്, P സുനിൽ എന്നിവരെ വീട്ടിൽ അതിക്രമിച്ചു കയറി വെട്ടിക്കൊലപ്പെടുത്തിയ കേസാണ് മേലൂർ ഇരട്ടക്കൊലപാതക കേസ്. ഈ കേസിലാണ് ദിനേശൻ, ശിവദാസൻ, അശോകൻ, പ്രദീപൻ, റിനീഫ് എന്നീ 5 CPM പ്രവർത്തകരെയും 2006 തലശ്ശേരി കോടതി വിചാരണ കോടതി ജീവപര്യന്തം ശിക്ഷ വിധിച്ചത്. പിന്നീട് പ്രതികൾ ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതിയും ശിക്ഷ ശരിവെക്കുന്ന സമീപനമാണ് കൈക്കൊണ്ടിട്ടുള്ളത്. ഏറ്റവും ഒടുവിൽ സുപ്രീം കോടതിയിലേക്ക് എത്തിയപ്പോഴും ഈ കൊലപാതക കേസിൽ 5 CPM പ്രവർത്തകരുടെയും ജീവപര്യന്തം ശിക്ഷ കോടതി ശരിവെക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. ജസ്റ്റിസ് ബേല M ത്രിവേദി അധ്യക്ഷനായ ബെഞ്ചാണ് ഇന്ന് കേസ് പരിഗണിച്ചത്. ഹൈക്കോടതി നിരീക്ഷണങ്ങൾ ശരിവെച്ചുകൊണ്ട് CPM പ്രവർത്തകരുടെ ശിക്ഷ ശരിവെക്കുകയാണ് സുപ്രീം കോടതിയും ചെയ്തിട്ടുള്ളത്. 2002 CPM വിട്ടുകൊണ്ട് RSSൽ ചേർന്ന അതിന്റെ പകയിലാണ് ഈ 2 പേരെയും, ഈ സുനിലിനെയും ഒപ്പം CK സുജീഷിനെയും CPM പ്രവർത്തകർ വീട്ടിൽ അതിക്രമിച്ച് കയറി വെട്ടിക്കൊലപ്പെടുത്തിയത്. രജനി. ശരി, തലശ്ശേരി മേലൂർ RSS പ്രവർത്തകരെ കൊലപ്പെടുത്തിയ കേസിൽ CPM നേതാക്കളായ പ്രതികളുടെ അപ്പീൽ സുപ്രീം കോടതി തള്ളിയിരിക്കുകയാണ്. ജിഷ്ണു കൃഷ്ണനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഇടുക്കി പുല്ലുപാറയിൽ തഞ്ചാവൂർ തീർത്ഥയാത്ര കഴിഞ്ഞ് മടങ്ങിയെത്തിയ KSRTC ബസ് മറിഞ്ഞുണ്ടായ അപകടത്തിൽ മാവേലിക്കര സ്വദേശികളായ 4 പേർ മരിച്ചു. 24 പേരെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബസിന്റെ ബ്രേക്ക് നഷ്ടപ്പെട്ടതാണ് അപകടത്തിനിടയാക്കിയെന്നാണ് പ്രാഥമിക നിഗമനം. ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ അന്വേഷണത്തിന് ഉത്തരവിട്ടു. പുലർച്ചെ 6:30യോടെയാണ് അപകടമുണ്ടായത്. മാവേലിക്കരയിൽ നിന്നും തഞ്ചാവൂരിലേക്ക് പോയ KSRTC ബസ് തിരിച്ചു മടങ്ങുന്നതിനിടെ കുട്ടിക്കാനത്തിനും മുണ്ടക്കയത്തിനുമിടയിലുള്ള പുല്ലപ്പാറയിൽ വെച്ച് അപകടത്തിൽപ്പെടുകയായിരുന്നു. ചെങ്കുത്തായ ഇറക്കത്തിൽ ബ്രേക്ക് നഷ്ടപ്പെട്ട ബസ് 30 അടി താഴ്ചയിലേക്ക് മറിഞ്ഞു. 3 KSRTC ജീവനക്കാരുൾപ്പെടെ 37 പേരാണ് ബസ്സിലുണ്ടായിരുന്നത്. ഇതിൽ മാവേലിക്കര സ്വദേശികളായ രമാമോഹൻ, അരുൺ ഹരി, സംഗീത്, ബിന്ദു നാരായണൻ എന്നിവരാണ് മരിച്ചത്.
പരുക്കേറ്റ് 21 പേർ മുണ്ടക്കയത്തെ സ്വകാര്യ ആശുപത്രിയിലും ഗുരുതരമായി പരുക്കേറ്റ് 2 പേർ കോട്ടയം മെഡിക്കൽ കോളേജിലും ചികിത്സയിലാണ്. ഒരാൾ പാലായിലെ സ്വകാര്യ ആശുപത്രിയിലും ചികിത്സയിലുണ്ട്. 4 പേരുടെ ജീവൻ നഷ്ടപ്പെട്ടു എന്നുള്ളത് നമ്മളേറെ ദുഃഖിപ്പിക്കുന്ന, വിഷമിപ്പിക്കുന്ന, വേദനിപ്പിക്കുന്ന കാര്യം. അതിൻ്റെ അനന്തര നടപടികൾക്ക് വേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും ഞങ്ങൾ ആശുപത്രിയിൽ നിന്ന് ഉറപ്പാക്കിയിട്ട് കോട്ടയം മെഡിക്കൽ കോളേജിൽ തന്നെ 4 പോസ്റ്റ്മോർട്ടം നടത്താനുള്ള ക്രമീകരണങ്ങൾ ഉറപ്പാക്കി കഴിഞ്ഞിട്ടുണ്ട്. അതേസമയം റോഡിന്റെയും ക്രാഷ് ബാരിക്കേഡുകളുടെയും നിർമ്മാണത്തിലെ അപാകതകൾ ചൂണ്ടിക്കാട്ടി വാഹന ഡ്രൈവർമാരും രംഗത്തെത്തി. ഒരു പൊറോട്ടയെക്കാളും വലിപ്പത്തിൽ ഒരു പൊറോട്ട കൂടി വന്ന് അങ്ങേറ്റം പോയ ഒരു പൊറോട്ടയുടെ വലിപ്പത്തിലാണ് കോൺക്രീറ്റ് ഇട്ടിരിക്കുന്നത്. അത് വണ്ടി അതാ തട്ടി നിൽക്കേണ്ടതാണ്. പക്ഷേ ഒരു പൊറോട്ടയുടെ വലിപ്പത്തിൽ മാത്രമാണ് അവരിപ്പോൾ ചെയ്തിരിക്കുന്നത്. കോൺക്രീറ്റ് എന്ന് പറഞ്ഞൊരു സംഭവം ചേർക്കാറ് മതിയില്ല. അത് നോക്കാനും ആളില്ല, നോക്കാനാവുന്നെങ്കിൽ പോലും അവർ കാശ് മേടിച്ച് തീർക്കുമെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. മരിച്ചവരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇന്ന് തന്നെ പൂർത്തിയാക്കി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. 5-ാം തീയതി പുലർച്ചെയാണ് KSRTC ബസ്സിൽ തീർത്ഥാടന യാത്രയ്ക്ക് 34 പേരുടെ സംഘം മാവേലിക്കരയിൽ നിന്ന് പുറപ്പെട്ടത്. ജനം, ഇടുക്കി. കൊല്ലം ഇടമുളയ്ക്കൽ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ ബാങ്കിൽ ED റെയ്ഡ്. കൊച്ചി യൂണിറ്റാണ് റെയ്ഡിനെത്തിയത്. 20 കോടിയിലധികം രൂപയുടെ തട്ടിപ്പായിരുന്നു പുറത്തുവന്നത്. ഹൈക്കോടതി നിർദ്ദേശപ്രകാരമായിരുന്നു ED കേസെടുത്തത്. കൊല്ലം ജില്ലയിലെ പ്രധാന സഹകരണ ബാങ്കുകളിലൊന്നായ ഇടമുളയ്ക്കൽ സഹകരണ ബാങ്കിൽ 24 കോടിയോളം രൂപയുടെ തട്ടിപ്പ് നടന്നതിന്റെ വിവരങ്ങൾ നവംബറിലായിരുന്നു പുറത്തുവന്നത്. ബാങ്ക് ഭരണസമിതിക്കെതിരെ വിരൽ ചൂണ്ടുന്നതായിരുന്നു സഹകരണ വകുപ്പ് റിപ്പോർട്ട്. ക്രമക്കേടിൽ ED അന്വേഷണത്തിന് നിർദ്ദേശിച്ച ഹൈക്കോടതി ആരോപണ വിധേയരായവരുടെ സ്ഥാവര ജംഗമ വസ്തുക്കൾ ക്രയവിക്രയം ചെയ്യുന്നതും തടഞ്ഞിരുന്നു. CPM നിയന്ത്രണത്തിലുള്ള കരുവന്നൂർ സഹകരണ ബാങ്ക് ഉൾപ്പെടെയുള്ള ബാങ്കുകളിലെ സാമ്പത്തിക തട്ടിപ്പുകളും ക്രമക്കേടുകളും ED അന്വേഷണത്തിൽ പുറത്തുവന്നിരുന്നു. ഇതിനു പിന്നാലെയാണ് കോൺഗ്രസ് നിയന്ത്രണത്തിലുള്ള ബാങ്കിലെ തട്ടിപ്പും പുറത്തുവന്നത്. ക്രമക്കേടുകളെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ പോലീസ് നൽകിയില്ലെന്ന് ചൂണ്ടിക്കാട്ടി കോടതി രൂക്ഷ വിമർശനമാണ് നടത്തിയിരുന്നത്. ആരോപണ വിധേയരെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നുവെന്ന സംശയവും കോടതി ഉയർത്തിയിരുന്നു. അന്വേഷണ പുരോഗതി റിപ്പോർട്ട് സമർപ്പിക്കാനും ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു. സാമ്പത്തിക തട്ടിപ്പ് ചൂണ്ടിക്കാട്ടി നിക്ഷേപകർ നൽകിയ പരാതിയിലാണ് കോടതി EDയെയും കക്ഷിയേർത്തത്. ഭരണസമിതിയുമായി ബന്ധപ്പെട്ട കൂടുതൽ ചോദ്യം ചെയ്യലുകളും ഉടനുണ്ടാകും. റെയ്ഡ് വിവരങ്ങൾ ഉൾപ്പെടുത്തി ഹൈക്കോടതിക്ക് റിപ്പോർട്ടും നൽകും. ജനം, കൊച്ചി. ക്രിസ്മസ് ചോദ്യപേപ്പർ ചോർച്ചയിൽ MS സൊല്യൂഷൻ CEO ഷുഹൈബിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ നാളെ വീണ്ടും പരിഗണിക്കും. കോഴിക്കോട് ജില്ലാ സെഷൻസ് കോടതിയാണ് പരിഗണിക്കുക. ജാമ്യാപേക്ഷ പരിഗണിച്ച കോടതി പോലീസിനോട് കേസ് ഡയറി ഹാജരാക്കാൻ നിർദ്ദേശം നൽകി. ക്രൈംബ്രാഞ്ച് കഴിഞ്ഞ ദിവസം സമർപ്പിച്ച അധിക റിപ്പോർട്ടിൽ സംഘടിത ഗൂഢാലോചന എന്ന കുറ്റം ചുമത്തിയിരുന്നു. ഇത് മറ്റൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ജോലി ചെയ്യുന്ന അധ്യാപകന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് എന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം. ഈ സാഹചര്യത്തിലാണ് കേസ് ഡയറി ഇന്ന് തന്നെ ഹാജരാക്കാൻ കോടതി ആവശ്യപ്പെട്ടത്. കണ്ണൂർ ചിറക്കൽ കളരിവാതുക്കൽ ക്ഷേത്രഭൂമിയിൽ അനധികൃതമായി പ്രവർത്തിക്കുന്ന സ്വകാര്യ പ്ലൈവുഡ് കമ്പനിക്ക് ചട്ടം ലംഘിച്ച് പട്ടയം നൽകിയതായി പരാതി. വളപട്ടണം മിൽ റോഡിലുള്ള സ്വകാര്യ കമ്പനിക്കാണ് നിയമം ലംഘിച്ചുകൊണ്ട് പട്ടയം നൽകിയതെന്ന് പരാതി. സംഭവത്തിൽ ചിറക്കൽ ദേവസ്വത്തിന്റെ ഭാഗം കേട്ടില്ലെന്നും ഭാരവാഹികൾ പറയുന്നു. അതേസമയം ചട്ടങ്ങൾ പാലിച്ചാണ് പട്ടയം അനുവദിച്ചത് എന്നാണ് ലാൻഡ് റവന്യൂ ഡെപ്യൂട്ടി കളക്ടറുടെ വാദം. ഹൈക്കോടതി ഉത്തരവ് പ്രകാരം ദേവസ്വത്തിന്റെയും കമ്പനിയുടെയും ഭാഗം കേട്ട് 3 മാസത്തിനകം പട്ടയ അപേക്ഷയിൽ തീർപ്പ് കൽപ്പിക്കണമെന്നാണ് ചട്ടം. തഹസിൽദാർ റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ ദേവസ്വത്തിന്റെ കൂടി വാദം കേട്ട് സ്ഥലം പരിശോധിച്ചതിന് ശേഷം മാത്രമേ പട്ടയം അനുവദിക്കാൻ പാടുള്ളൂ എന്നും കോടതിയുടെ നിർദ്ദേശമുണ്ട്. എന്നാൽ അപേക്ഷ വന്ന സമയത്ത് ദേവസ്വത്തിന് രേഖകൾ പരിശോധിക്കാനുള്ള സാവകാശം പോലും നൽകാതെയാണ് സ്വകാര്യ കമ്പനിയുടെ വാദം മാത്രം കേട്ട് ലാൻഡ് റവന്യൂ ഡെപ്യൂട്ടി കളക്ടർ പട്ടയം നൽകിയതെന്നാണ് പരാതി. മലബാർ ടിമ്പർ ആൻഡ് സോമിൽ എന്ന് പറഞ്ഞ കമ്പനിക്ക് ഹൈക്കോടതി ഒരു വിധി പറഞ്ഞിട്ടുണ്ട്, പട്ടയം കൊടുക്കണം, ഏത് രീതിയിൽ കൊടുക്കണം എന്നുള്ളത്. അത് പാലിക്കാതെയാണ് ഇത് ലാൻഡ് ട്രിബ്യൂണലിൻ്റെ കലക്ടർ ഇതിന് എല്ലാവരുടെ ഡെപ്യൂട്ടി കളക്ടർ ഇതിന് പട്ടയം കൊടുത്തിട്ട്. സാധാരണ ഇത് നമ്മളൊരു അടങ്കൽ രജിസ്റ്റർ ഉണ്ട്, നമ്മളെ ഒരു അടങ്കൽ രജിസ്റ്ററിൽ അതിലിപ്പോൾ ഒരു കളരിവാതുക്കൽ ദേവസ്വം വക എന്ന് അടങ്കലിനുണ്ടാവും. ആ അടങ്കലിൽ നിന്ന് അവർക്ക് ഈ പാർട്ടിക്ക് പട്ടയം ലഭിക്കേണ്ട പാർട്ടിക്ക് എങ്ങനെ ലഭിച്ചു എന്നുള്ള രേഖ കറക്റ്റ് ദേവസ്വത്തിനെ അറിയിച്ച് ദേവസ്വം അത് പരിശോധിച്ച് എന്നിട്ടാണ് അത് പട്ടയം കൊടുക്കാൻ വേണ്ടിയിട്ട് നോ ഒബ്ജക്ഷൻ പറഞ്ഞാൽ ദേവസ്വം നോ ഒബ്ജക്ഷൻ പറഞ്ഞാൽ മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഇവർ രേഖ പോലും പരിശോധിക്കാൻ ഉള്ള അവസരം ദേവസ്വത്തിന് കൊടുത്തില്ല. ധൃതി പിടിച്ച് പട്ടയം അനുവദിച്ചതിൽ ദുരൂഹതയുണ്ടെന്നും ചട്ടങ്ങൾ പാലിക്കാതെ പട്ടയം അനുവദിച്ച ഉദ്യോഗസ്ഥനെതിരെ കോടതിയലക്ഷ്യ ഹർജി നൽകാനുമാണ്
ചിറക്കൽ കോവിലകത്തിന്റെ തീരുമാനം. ഒരാളുടെ വാദം മാത്രം കേട്ടിട്ട് പട്ടയം കൊടുക്കുന്ന രീതി ശരിയല്ലല്ലോ. കോടതി ലക്ഷ്യത്തിൻ്റെ കേസ് അതുമായി മുന്നോട്ട് പോകും. ലോകായുക്തക്ക് പരാതി കൊടുക്കുന്നുണ്ട്, അതേപോലെ വിജിലൻസിന് പരാതി കൊടുക്കുന്നുണ്ട്. നമ്മൾ എല്ലാ വിധത്തിലും ഈ ഒരു അക്രമത്തിനെതിരെ, ഒരു അഴിമതി തന്നെ പറയാം, അഴിമതിക്കെതിരെ നമ്മൾ ശക്തമായിട്ട് പ്രതികരിക്കും. അതിനിടെ സ്വകാര്യ കമ്പനിക്ക് പട്ടയം നൽകിയതിനെതിരെ വിജിലൻസിലും ജില്ലാ കലക്ടർക്കും ഭക്തർ പരാതി നൽകിയിട്ടുണ്ട്. നടപടിക്രമങ്ങൾ പാലിച്ചാണ് പട്ടയം നൽകിയത് എന്നാണ് ലാൻഡ് റവന്യൂ ഡെപ്യൂട്ടി കളക്ടറുടെ വാദം. ജനം, കണ്ണൂർ. ഹൈന്ദവ ക്ഷേത്രങ്ങളിലെ ആചാരങ്ങളിൽ മാറ്റം വരുത്താൻ സർക്കാർ നീക്കം. നേരിട്ടുള്ള ഇടപെടലിന് പകരം ദേവസ്വം ബോർഡുകളെ കൊണ്ട് ആചാരങ്ങളിൽ മാറ്റം വരുത്താനാണ് ആലോചന. അട്ടിമറിക്കപ്പെടുന്നത് ക്ഷേത്രാചാരങ്ങളിൽ തീരുമാനമെടുക്കാനുള്ള തന്ത്രിമാരുടെ അവകാശമാണ്. ഹൈന്ദവ വിശ്വാസങ്ങളെയും ആരാധനാ സമ്പ്രദായങ്ങളെയും അവഹേളിക്കുന്നത് മുഖ്യമന്ത്രിയും CPM-ഉം തുടർക്കഥയാക്കിയതിന് പിന്നാലെയാണ് കൂടുതൽ ഹൈന്ദവ വിരുദ്ധമായ നിലപാടുകളിലേക്ക് സംസ്ഥാന സർക്കാർ കടക്കുന്നത്. ക്ഷേത്രാചാരങ്ങളിലും വഴിപാടുകളിലുമാണ് അടുത്തതായി കൈവയ്ക്കാൻ ഒരുങ്ങുന്നതെന്നാണ് വിവരം. ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിലെ ആചാരങ്ങളിലും വഴിപാടുകളിലുമായിരിക്കും മാറ്റം കൊണ്ടുവരിക. സർക്കാർ നേരിട്ടിടപെടാതെ ദേവസ്വം ബോർഡുകളെ കൊണ്ടായിരിക്കും നടപടി സ്വീകരിപ്പിക്കുക. അധികം വൈകാതെ സംസ്ഥാനത്തെ സർക്കാർ നിയന്ത്രണത്തിലുള്ള 5 ദേവസ്വം ബോർഡുകളിലും ആചാര പരിഷ്കരണങ്ങൾ ചർച്ചയാക്കും. കാലോചിതമായ മാറ്റങ്ങൾ എന്ന പേരിലായിരിക്കും ആചാരങ്ങളിലും വഴിപാടുകളിലുമുള്ള പരോക്ഷ രാഷ്ട്രീയ ഇടപെടൽ. മുഖ്യമന്ത്രിയുടെയും CPM-ന്റെയും സനാതനധർമ്മ വിരുദ്ധ പരാമർശങ്ങൾ ഹിന്ദു സമൂഹത്തിൽ വലിയ മുറിപ്പാട് സൃഷ്ടിച്ചിട്ടുണ്ട്. മുന്നണിയിലും പാർട്ടിയിലും വരെ മുഖ്യമന്ത്രിക്കും CPM സംസ്ഥാന സെക്രട്ടറിക്കുമെതിരെ നേതാക്കൾ സംസാരിച്ചു തുടങ്ങി. പരാമർശങ്ങൾ ഉണ്ടാക്കിയ തിരിച്ചടി പരിഷ്കരണങ്ങൾ ആവശ്യമെന്ന ചർച്ച സൃഷ്ടിച്ച് ലഘൂകരിക്കുകയാണ് സംസ്ഥാന സർക്കാർ ലക്ഷ്യമിടുന്നത്. ജനം, തിരുവനന്തപുരം. ISROയുടെ സ്പേസ് ഡോക്കിംഗ് പരീക്ഷണം വ്യാഴാഴ്ചത്തേക്ക് മാറ്റി. നാളെ രാവിലെ 9 മുതൽ 10 വരെ നടത്താനെന്ന പരീക്ഷണമാണ് മാറ്റിവെച്ചത്. ഐസൻ ജോസ് ഉണ്ട് സയൻസ് ഡെസ്കിൽ നിന്നും. ഐസൻ, നാളെയായിരുന്നു ഏറെ അഭിമാനകരമായ ഒരു നിമിഷമെന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. പക്ഷെ എന്താണ് ഇങ്ങനെ ഒരു മാറ്റിവെക്കാനുള്ളൊരു കാരണം? കൃത്യമായ വിശദീകരണം ISROയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. എങ്കിൽ കൂടി സാങ്കേതിക പ്രശ്നമാണെന്ന് ISRO അറിയിക്കുന്നുണ്ട്. അത് ഏത് രീതിയിലുള്ള സാങ്കേതിക തകരാറാണ് ഈ സ്പേഡക്സ് പേടകത്തിൽ ഉണ്ടായത് എന്ന് സംബന്ധിച്ചുള്ള വിശദീകരണങ്ങൾ അല്പസമയത്തിനകം ലഭ്യമാക്കുമെന്ന് തന്നെയാണ് ISRO അറിയിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, ഇക്കഴിഞ്ഞ ദിവസം വിക്ഷേപിച്ച സ്പേഡക്സ് സാറ്റലൈറ്റ് വളരെ കൃത്യമായി ലക്ഷ്യത്തിലെത്തുകയും രണ്ടായി തിരിഞ്ഞ് 20 കിലോമീറ്റർ ദൂരത്തിൽ, പരസ്പരം 20 കിലോമീറ്റർ ദൂരത്തിൽ 470 കിലോമീറ്റർ ഉയരത്തിൽ ഭൂമിയിൽ നിന്നും ഉയരത്തിൽ ഭൂമിയെ വലം വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അകലം കുറച്ചു കൊണ്ടുവന്ന് കൃത്യമായി ടാർഗറ്റിൽ ചേസർ ഡോക്ക് ചെയ്യുന്ന, അതായത് സ്പേഡക്സ് SDX-1, SDX-2 എന്നീ 2 സാറ്റലൈറ്റുകളായി പിരിഞ്ഞ് 20 കിലോമീറ്റർ അകലത്തിൽ ചുറ്റി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന 2 സാറ്റലൈറ്റുകൾ ആദ്യത്തെ സാറ്റലൈറ്റിലേക്ക് തിരിച്ച് ഡോക്ക് ചെയ്യുന്ന ആ പരീക്ഷണമാണ് നാളെ രാവിലെ 9 മണിക്കും 10 മണിക്കും ഇടയിൽ നടത്താൻ ഉദ്ദേശിച്ചിരുന്നത്. എന്നാൽ ടെലിമെട്രിക് സാങ്കേതിക വിദ്യയിലും അതുപോലെ തന്നെ അനുബന്ധമായ ചില പ്രൊപ്പൽഷൻ സാങ്കേതിക വിദ്യയിലും തന്നെ ചില സാങ്കേതിക പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ വ്യാഴാഴ്ചത്തേക്ക് ഈ പരീക്ഷണം മാറ്റിവെച്ചത് എന്നാണ് ഇപ്പോൾ ISRO അറിയിക്കുന്നത്. ഔദ്യോഗികമായ വിശദീകരണങ്ങൾ അല്പസമയത്തിനകം വരാനിരിക്കുന്നുവെന്നും ISRO അറിയിക്കുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ഏറെ പ്രധാനപ്പെട്ട പരീക്ഷണമായതുകൊണ്ട് തന്നെ നമുക്കറിയാവുന്നതാണ്, സ്പേസ് സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ബഹിരാകാശത്ത് കൂട്ടിയോജിപ്പിക്കുന്ന രീതിയിലാണ് ഭാരതത്തിൽ നിർമ്മിക്കുന്നത്. ഇവിടെ നിന്ന് പല ഘടകങ്ങളായി റോക്കറ്റുകളിൽ എത്തിച്ചതിന് ശേഷം കൂട്ടിയോജിപ്പിക്കുകയാണ് ചെയ്യുക. അത്തരത്തിൽ കൂട്ടിയോജിപ്പിക്കുന്ന സങ്കീർണമായ ഒരു പരീക്ഷണമായതുകൊണ്ട് തന്നെ കൃത്യമായ കാൽക്കുലേഷനുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ഇത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നേരിയ സാങ്കേതിക തകരാറുകൾ പോലും വിട്ടുവീഴ്ചയില്ലാതെ പരിഹരിച്ചതിന് ശേഷം പെർഫെക്റ്റ് ആയ ഒരു ഡോക്കിംഗ് മാത്രമേ ഇതിൽ സാധ്യമാവുകയുള്ളൂ. അല്ലെങ്കിൽ ഈ ഡോക്കിംഗ് പരീക്ഷണം വിജയകരമായി എന്നത് പൂർണ്ണമായും സ്ഥിരീകരിക്കാനാകാത്ത സാഹചര്യം ഉണ്ടാവും. ഈ പശ്ചാത്തലത്തിലാണ് നേരിയ സാങ്കേതിക പ്രശ്നമാണെങ്കിൽ കൂടി അത് കൃത്യമായ ഇടവേളകൾ അതിനുവേണ്ടി നൽകിയതിന് ശേഷം അത് പരീക്ഷണങ്ങളെല്ലാം തന്നെ പൂർത്തിയായി, നിരീക്ഷണങ്ങളെല്ലാം തന്നെ പൂർത്തിയായി, റെക്ടിഫിക്കേഷനുകളും പൂർത്തിയായതിനു ശേഷം ഡോക്കിംഗ് നടത്തുക എന്ന തീരുമാനമാണ് ISROയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് 2 ദിവസത്തേക്ക് ഈ ഡോക്കിംഗ് പരീക്ഷണം നീട്ടിവെക്കുകയും ചെയ്തിരിക്കുന്നത്. ISROയുടെ ചരിത്രപരമായ സ്പേസ് ഡോക്കിംഗ് പരീക്ഷണം വ്യാഴാഴ്ചത്തേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ്. സാങ്കേതിക പ്രശ്നമാണ് കാരണമെന്നാണ് പറയുന്നത്. കൂടുതൽ വിവരങ്ങൾ അല്പസമയത്തിനകം തന്നെ ISRO പുറത്തുവിടും. ഐസൻ ജോസാണ് വിശദാംശങ്ങൾ നൽകിയത്. വഖഫ് അധിനിവേശം. വഖഫ് അധിനിവേശത്തിനെതിരായ മുനമ്പം സമരത്തിന് ഐക്യദാർഢ്യവുമായി കൂടുതൽ ക്രൈസ്തവ സഭകൾ രംഗത്ത്. ജനുവരി 7-നും 20-നും ആക്സ് എന്ന പേരിൽ
ക്രൈസ്തവ കൂട്ടായ്മ മുനമ്പം സമരപന്തലിൽ ഐക്യദാർഢ്യവുമായി എത്തും. ഇതോടെ മുനമ്പം സമരത്തിന് പുതിയ രൂപം കൈവരുമെന്നാണ് വിലയിരുത്തൽ. 610 കുടുംബങ്ങളുടെ റവന്യൂ അധികാരങ്ങൾ അടക്കം തച്ചുടച്ച വഖഫ് അധിനിവേശത്തിനെതിരെ മുനമ്പം നിവാസികളും അവർക്കൊപ്പം രൂപതയും വിവിധ ഹൈന്ദവ സംഘടനകളും അണിചേർന്നപ്പോൾ മുനമ്പം സമരം ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെടുകയായിരുന്നു. ഇപ്പോൾ പെന്തക്കോസ്തും ഓർത്തഡോക്സും അടക്കമുള്ള വിവിധ ക്രൈസ്തവ വിശ്വാസികൾ അണിചേർന്ന് ആക്സ് എന്ന കൂട്ടായ്മയിലൂടെ മുനമ്പം സമരത്തിന് ഐക്യദാർഢ്യവുമായി എത്തുകയാണ്. വരുന്ന ചൊവ്വാഴ്ച മഞ്ഞുമാതാ പള്ളിയിൽ നിന്നും കാൽനടയായി ആക്സിന്റെ നേതൃത്വത്തിൽ ക്രൈസ്തവ കൂട്ടായ്മ മുനമ്പം സമരപ്പന്തലിലേക്ക് എത്തും. ജനുവരി 20 രാവിലെ 9 മുതൽ 21 രാവിലെ 9 വരെ രാപ്പകൽ സമരവും ആക്സിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കാനാണ് തീരുമാനം. അതെ, നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ, ധർമ്മത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ നമ്മൾ എല്ലാവരും ഒരുമിച്ചാണ്. അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും ഒരുമിച്ച് വന്ന് 3:45 മുതൽ 4:15 വരെ അരമണിക്കൂർ കൈകോർത്തുകൊണ്ട് നീതിക്ക് വേണ്ടി സ്നേഹത്തോടു കൂടിയാണ് അവർ കൈകോർത്തത്. തീർച്ചയായിട്ടും ചരിത്രത്തിലെന്നും ഓർക്കുന്ന ഒരു ദിവസമാണിത്. ഈ പോരാട്ടത്തിൽ നമ്മൾ ജയിക്കുക തന്നെ ചെയ്യും. വരുന്ന ദിവസങ്ങളിൽ, വരുന്ന ചൊവ്വാഴ്ച ആക്സ് എന്ന് പറയുന്ന കൂട്ടായ്മ കത്തോലിക്കരല്ലാതെ ബാക്കിയുള്ള എല്ലാ പ്രൊട്ടസ്റ്റന്റും പെന്തക്കോസ്ത് ഓർത്തഡോക്സ് വിഭാഗങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് കൊണ്ട് മഞ്ജുമാതാ പള്ളിയിൽ നിന്ന് ഇവിടം വരെ അവർ നടന്നു വന്ന് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയാണ്. അതുമാത്രമല്ല, വരുന്ന ജനുവരി 20 രാപ്പകൽ സമരം, അതെങ്കിൽ 100ാം ദിനമാവുകയാണ്. ഈ സമരത്തിന്റെ 100ാം ദിനം 100 പേര് അവർ കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ഒരുമിച്ച് വന്ന് ഈ ആക്സ് എന്ന കൂട്ടായ്മ സംഘടന 100 പേര് ഒരുമിച്ച് വന്നുകൊണ്ട് രാപ്പകൽ 20 രാവിലെ മുതൽ 21 രാവിലെ 9 മണി വരെ ഇവിടെ നിരാഹാര സമരം നടത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ജനുവരി 20 മുനമ്പം സമരം 100ാം ദിവസത്തേക്ക് കടക്കുകയാണ്. ഇതോടെ ക്രൈസ്തവ ഏകോപനത്തിൽ ആക്സും വിവിധ ഹൈന്ദവ സംഘടനകളും സമരത്തിൽ അണിചേരുമ്പോൾ വിമോചന സമരത്തിന് സമാനമായ പ്രതിഷേധമായി മുനമ്പം സമരം മാറുകയാണ്. ജസ്റ്റിസ് രാമേന്ദ്രൻ നായർ കമ്മീഷനിൽ സമരസമിതി വിശ്വാസം പ്രകടിപ്പിക്കുമ്പോഴും റിപ്പോർട്ട് സർക്കാർ പൂഴ്ത്തിവെക്കാനുള്ള സാധ്യതയാണ് മുനമ്പം ജനതയെ ആശങ്കയിലാക്കുന്നത്. സുധീഷ് ഗോപാൽ, ജനം, കൊച്ചി. കണ്ണൂരിലേക്ക് തന്നെ പോവുകയാണ്. കണ്ണൂരിൽ മയക്കുവെടി വെച്ച പുലിയെ കൂട്ടിലേക്ക് കൊണ്ടുപോകുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരടക്കം, വനംവകുപ്പ് ഉദ്യോഗസ്ഥരടക്കം ഇപ്പോൾ പുലിയെ കൂട്ടിലേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. മണിക്കൂറുകൾ നീണ്ട പ്രയത്നത്തിന് ശേഷമാണ് പുലിയെ മയക്കുവെടി വെച്ചത്. 2 റൗണ്ട് മയക്കുവെടി വെച്ചതിന് ശേഷമാണ് ഇപ്പോൾ പുലിയെ കൂട്ടിലേക്ക് കൊണ്ടുപോകുന്നത്. മിഥുൻ, എന്താണ് നൽകാൻ കഴിയുന്ന വിവരം? പുലിയെ കൂട്ടിൽ കയറ്റിയിട്ടുണ്ട്. അല്പ സമയത്തിൽ ഇവിടെ നിന്ന് കണ്ണമം ഫോറസ്റ്റ് ഏരിയയിലേക്ക് കൊണ്ടുപോകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. കാരണം ഇവിടെ നിന്ന് പുലിക്ക് എന്തെങ്കിലും തരത്തിലുള്ള പരിക്കുകളേറ്റോ എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഇവിടെ നിന്ന് ആറളം ഭാഗത്തേക്കാണ് കൊണ്ടുപോവുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഇവിടെ നിന്ന് നിലവിൽ മയക്കുവെടി വെച്ച് പുലിയെ ഫോറസ്റ്റിന്റെ വാഹനത്തിൽ കയറ്റിയിട്ടുണ്ട്. ഇവിടെ നിന്ന് നേരെ ആറളം വന്യജീവി കേന്ദ്രത്തിലേക്കാണ് കൊണ്ടുപോവുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. കാരണം അവിടെ പുലിയെ സംബന്ധിച്ച് പരിക്കുകളുണ്ടെന്ന് അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. ആ പരിശോധനയ്ക്ക് ശേഷമായിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുക എന്നും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. നിലവിലിപ്പോൾ ഈ കാക്കങ്ങാട് ഭാഗത്ത് നിന്ന് 2 റൗണ്ട് മയക്കുവെടി വെച്ച ശേഷമാണ് ആ പുലിയെ കൂട്ടിലേക്ക് മാറ്റിയത്. അതിനുശേഷം കൂട്ടിലേക്ക് മാറ്റിയ പുലിയെ ഇപ്പോൾ അധികൃതർ വാഹനത്തിലാക്കി ഇവിടുന്ന് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് നമുക്ക് ഫ്രെയിമിൽ ആ വിഷ്വലുകൾ കാണാൻ സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം വലിയ സജ്ജീകരണങ്ങളോടുകൂടി തന്നെയാണ് പുലിയെ ഇപ്പോൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നും തന്നെ പുലിക്കില്ല എന്നുള്ളൊരു വിലയിരുത്തൽ തന്നെയാണ് പ്രാഥമികമായി ഉള്ളത്. ആ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇപ്പോൾ ഇവിടെ നിന്ന് പുലിയെ കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. വെറും വാഹനത്തിൽ കയറ്റി പുലിയെ ഇവിടെ നിന്ന് ആറളം വന്യജീവി സങ്കേതത്തിലേക്ക് കൊണ്ടുപോകും എന്നാണ് മനസ്സിലാക്കുന്നത്. അതിന്റെ ദൃശ്യങ്ങൾ തന്നെയാണ് നമുക്കിപ്പോൾ കാണാൻ വേണ്ടി സാധിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഒരു ചെറിയ കൂടാണ് പുലിയെ കൊണ്ടുപോകാനായി ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിരുന്നത്. എന്നാൽ പുലി ആരോഗ്യവാനാണ് എന്ന് മനസ്സിലാക്കിയതിന്റെ പശ്ചാത്തലത്തിൽ, അതായത്
മനസ്സിലാക്കിയ പശ്ചാത്തലത്തിൽ വലിയ കൂട് പിന്നീട് മറ്റൊരു സ്ഥലത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന ശേഷമാണ് ആ മയക്കുപിടി വെച്ച് പുലിയെ പിടിക്കാനുള്ളൊരു ശ്രമം അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. ഇപ്പോൾ ആ ദൃശ്യത്തിലടക്കം നമുക്ക് അത് കാണുവാനും സാധിക്കുന്നുണ്ട്. പുലിയെ ഇപ്പോൾ പുലിയുടെ പുലിയൊരു കൂട്ടിലിട്ട് അതിന് പുറത്ത് ഒരു വല ഇട്ടുകൊണ്ടാണ് അധികം ബഹളമൊന്നും ഉണ്ടാക്കാതെ കൊണ്ടുപോകുന്ന ശ്രമം തന്നെയാണ് ഇപ്പോൾ അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് രാവിലെ 6 മണിക്ക് തുടങ്ങിയൊരു ഉദ്വേഗജനകമായ ഒരു പ്രവൃത്തി തന്നെയാണ് വനംവകുപ്പിന്റെയും പോലീസിന്റെയും ഭാഗത്തു നിന്ന്. ആ നീക്കമാണിപ്പോൾ വിജയം കണ്ടിരിക്കുന്നത്. പുലി 2 റൗണ്ട് മയക്കുപിടി പുലിക്ക് വെച്ചിരുന്നു. തുടർന്ന് പുലി ക്ഷീണിതനാണെന്ന് മനസ്സിലാക്കിയ ശേഷമാണ് പുലിയെ വലയിട്ട് പിടിച്ച് ഇപ്പോൾ കൂട്ടിലേക്ക് പ്രത്യേക സജ്ജീകരിച്ച കൂട്ടിലേക്ക് മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. രാവിലെ 6 മണിക്ക് തുടങ്ങിയ യജ്ഞമാണ് ഇപ്പോൾ ഈ 1:45 ഈ ഒരു പുലിയെ പിടികൂടി കൂട്ടിലാക്കാൻ വനം വകുപ്പ് ഉദ്യോഗസ്ഥരെയും സംബന്ധിച്ചും പോലീസിനെ സംബന്ധിച്ചും സാധിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നിന്ന് ആ പുലിയെ പിടികൂടി ആറളം വന്യജീവി സങ്കേതത്തിലേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത്. അവിടെ നിന്ന് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഇത്രയും നേരം ആ കുടിച്ചിൽ കിടന്നതാണ് പുലി. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും തരത്തിലുള്ള പരിക്കുകളോ മറ്റോ ഉണ്ടോ എന്ന് കൃത്യമായി ഈ വനം വകുപ്പിന്റെ വെറ്റിനറി സർജൻ ഉൾപ്പെടെയുള്ള ആളുകൾ പരിശോധിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഈ പരിശോധനയ്ക്ക് ശേഷമായിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുകയും ഈ പുലി എവിടേക്ക് റിലീസ് ചെയ്യണമെന്ന് അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു അന്തിമ തീരുമാനം എടുക്കുകയും ചെയ്യുക. ശരി, എന്തായാലും കണ്ണൂർ കക്കയങ്ങാട് ഭീതി വിടർത്തിയ പുലിയെ മയക്കുവെടി വെച്ച് പിടികൂടി ഇപ്പോൾ കൂട്ടിലേക്ക് മാറ്റി അവിടുന്ന് ആറളം ഫാമിലേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. 2 തവണ മയക്കുവെടി വെച്ച ശേഷമാണ് പുലിയെ കൂട്ടിലേക്ക് മാറ്റിയത്. വയനാട്ടിൽ നിന്നുള്ള പ്രത്യേക സംഘമാണ്, വനംവകുപ്പിൻ്റെ പ്രത്യേക സംഘമാണ് ഈ മയക്കുവെടി വെച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും പ്രദേശത്ത് ഒരു ഭീതി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. വന്യജീവികളുടെ ആക്രമണം പതിവാണ്, വന്യജീവി ശല്യം രൂക്ഷമാണ് എന്ന് പലവട്ടം പ്രദേശവാസികൾ വനം വകുപ്പിനെ അറിയിച്ചിട്ടും യാതൊരു നടപടികളും ഉണ്ടാകുന്നില്ല എന്നുള്ളൊരു പരാതികളുണ്ട്. എന്തായാലും ഇപ്പോൾ ഈ കാക്കയങ്ങാട് ഇറങ്ങിയ പുലിയെ മയക്കുവെടി വെച്ച് കൂട്ടിലേക്ക് മാറ്റി ആറളം ഫാമിലേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെ ടാക്സി കാർ ഡ്രൈവർമാർ പ്രതിഷേധത്തിൽ. റെയിൽവേ സ്റ്റേഷനിൽ കൂടുതൽ വാഹനങ്ങൾക്ക് സർവീസിന് അനുമതി കൊടുക്കാനുള്ള തീരുമാനമാണ് പ്രതിഷേധത്തിന് കാരണം. വിഷയത്തിൽ തൊഴിലാളികളുമായി ചർച്ച നടത്തി ഉചിതമായ തീരുമാനം കൈക്കൊള്ളണമെന്നാണ് ആവശ്യം. കഴിഞ്ഞ 3 ദിവസമായിട്ട് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെ കാർ ടാക്സികൾ പണിമുടക്കിലാണ്. അവർ അനധികൃതമായിട്ട് കൂടുതൽ വണ്ടികളെ ഈ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലേക്ക് അനുവദിക്കുന്നു എന്ന കാരണങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ പണിമുടക്കിൻ്റെ ഭാഗമായിട്ടുള്ളത്. നമുക്ക് അവരിൽ നിന്ന് തന്നെ അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം. നിങ്ങളെ ഇപ്പോൾ ഈ 3 ദിവസമായിട്ട് പണിമുടക്കാണ്. എന്താണ് ഈ പണിമുടക്കിലേക്ക് നടത്താനുണ്ടായ സാഹചര്യം? ഈ ഡിസംബർ 25-ാം തീയതി ഞങ്ങൾ സ്റ്റേഷനിലെ ഡെപ്യൂട്ടി സ്റ്റേഷൻ മാസ്റ്റർ അജീഷ് സാറുമായിട്ട് ഞങ്ങൾ ബന്ധപ്പെടുകയും ഞങ്ങളെ പാസ് ഡിസംബർ 31-ാം തീയതി വരെ ഉണ്ടാകുക. 6 മാസത്തേക്കാണ് ഈ DD ബാങ്കിൽ നിന്നാണ് ഞങ്ങൾ DD എടുക്കുന്നത്. ബാങ്കിൽ നിന്ന് സദൺ റെയിൽവേൻ്റെ പേരിൽ DD എടുത്തിട്ടാണ് ഈ പണം ഇത് അടച്ചിട്ടാണ് ഞങ്ങൾക്ക് റെയിൽവേ ഇവിടെ 6 മാസത്തെ കൊടുക്കാനുള്ള പെർമിഷൻ തരുന്നത്. ഈ 35 വർഷത്തോളമായിട്ട് അത് അങ്ങനെ തന്നെ ചെയ്തു പോരുന്നതും. അങ്ങനെ ഞങ്ങളോട് DD എടുത്തോളാൻ വേണ്ടി പറഞ്ഞ് ഞങ്ങൾ ഈ DDയും എടുത്തിട്ട് ഞങ്ങൾ ഈ സാറെ സമീപിച്ചപ്പം പറഞ്ഞത് DD നിങ്ങൾ ബാങ്കിൽ തന്നെ തിരിച്ചു കൊടുത്തേക്ക്, എന്നിട്ട് അത് അവിടുന്ന് ക്യാഷ് ആക്കിക്കോളി തന്നെ. എന്താ സാറേ അതിൻ്റെ കാരണം? അത് ഞാൻ 2 ആൾക്ക് പുതിയതായിട്ട് എൻ്റെ അടുത്ത് വന്ന അപേക്ഷ അനുസരിച്ചിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ടെന്ന്. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു ഇതെങ്ങനെ സാർ അങ്ങനെ കൊടുക്കാൻ കഴിയുക? 10-35 വർഷത്തോളമായിട്ട് 25 തൊഴിലാളികൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഞങ്ങൾ പോലും അറിയാതെ സാർ എങ്ങനെ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോയതെന്ന് ചോദിച്ചാൽ പറഞ്ഞ് എന്നോട് NP പറഞ്ഞതാണെന്ന് പറഞ്ഞ്. NPയുടെ നിർദ്ദേശപ്രകാരമാണ് ഞങ്ങൾ ഈ തീരുമാനം എടുത്തതെന്ന് പറഞ്ഞ്. അങ്ങനെ ഞങ്ങൾ ഉടനെ കോഴിക്കോടുള്ള പാർലമെൻറ്റ് അംഗവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ലെറ്റർ പേഡോ കാര്യമോ അദ്ദേഹം ഈ ഒരു കാര്യം പോലും അദ്ദേഹം അറിയില്ല. അദ്ദേഹം അങ്ങനെ ഇവിടുത്തെ ഒരു ഉദ്യോഗസ്ഥനോടും അദ്ദേഹം പറഞ്ഞിട്ടില്ല എന്ന് വളരെ വ്യക്തമായി പറയുക മാത്രമല്ല, ഞങ്ങളെ മുമ്പിൽ ഇവിടുത്തെ അധികാരപ്പെട്ട ആളുകൾ അദ്ദേഹം വിളിച്ച് പറയുകയും ചെയ്ത്. അപ്പം ഞങ്ങൾ ചോദിച്ചു പാലക്കാട് സീനിയർ DCയുമായിട്ട് സാറ് ഇതിന് ബന്ധമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ സീനിയർ DC സമ്മതിച്ചാന്ന് പറഞ്ഞ്. അങ്ങനെ ഞങ്ങൾ പാലക്കാട് ചെന്നിട്ട് ഞങ്ങൾ ഇതിൻ്റെ അപേക്ഷയും കാര്യങ്ങളൊക്കെ കൊടുത്തതാണ്. അപ്പോൾ ഒരപേക്ഷയും അല്ലെങ്കിൽ ഒരാളോ ഞങ്ങളോട് ഇന്ന് സമയം വരെ 2 ആൾ വരുന്നുള്ളത് ഈ അജീഷ് സാറല്ലാത്ത വേറൊരാളും പറയുന്നില്ല. അപ്പോൾ ഈ കൂടുതൽ ആളുകൾ ഇതിലേക്ക് അക്കോമഡേറ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെ മാനദണ്ഡം എന്താണ്? കൂടുതൽ ആളായിട്ട് ഇവിടേക്ക് വരണമെങ്കിൽ ഇപ്പോൾ ഈ
ഇത്രയും കാലത്തെ കണ്ടീഷനിൽ ഇതിങ്ങനെ പോണത്. ഇനി കൂടുതൽ ആളെ ഇവിടെ റെയിൽവേ വർദ്ധിപ്പിക്കുന്നതിനോട് ഞങ്ങൾക്ക് സമരം ചെയ്യാൻ ഞങ്ങൾ അതിനകത്ത് എതിർക്കുന്നില്ല. പക്ഷേ അത് ഈ റെയിൽവേൻ്റെ വികസനവും കാര്യങ്ങളും കഴിഞ്ഞിട്ട് 2-3 വർഷം കഴിഞ്ഞിട്ട് റെയിൽവേ അങ്ങനെ തീരുമാനം എടുക്കുകയാണെങ്കിൽ എടുക്കട്ടെ, അതിൽ ഞങ്ങൾക്ക് യാതൊരു എതിർപ്പില്ല. ഇപ്പോൾ അതൊന്നുമില്ലാതെ പുറമെ നിൽക്കുന്ന രണ്ടാൾക്ക് ഇവിടെ കൗണ്ടറിൽ പൈസ അടച്ചോളി, നിങ്ങൾ നാളെ രാവിലെ ഇവിടെ ഓടിക്കോളി എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകൾ ഇപ്പോൾ ഇവിടേക്ക് വരാൻ തയ്യാറായി നിൽക്കുക. ഈ 2 വണ്ടി ഓടാൻ അനധികൃതമായി വന്ന് ഈ 2 ടാക്സികൾക്ക് ഓടാൻ അനുവാദം കൊടുക്കുകയാണെങ്കിൽ പല സംഘടനകളും പറയുന്നത് ഞങ്ങൾ ഇവിടെ കൊണ്ടുചോടുന്നാണ് പറയുന്നത്. മുൻപ് ഈ ആളുകളെ ഈ 35 വർഷത്തിനിടയ്ക്ക് ആളുകളെ എടുക്കുന്ന സമയത്ത് ഇവിടെ ഓടുന്ന ടാക്സി ഡ്രൈവേഴ്സുമായിട്ട് ചർച്ചയൊക്കെ നടത്താറുണ്ടോ? റെയിൽവേയുടെ ഭാഗത്തുനിന്നുണ്ടോ? അങ്ങനെയാണ് ആളുകൾ എടുക്കുക? ഇതുവരെ ഇതിന് മുമ്പുണ്ടായിരുന്ന ഡെപ്യൂട്ടി സ്റ്റേഷൻ മാസ്റ്റർ മുഖാന്തരമാണ് ഞങ്ങൾ ഇത് ചെയ്യാറ്. അപ്പോൾ ഞങ്ങൾ ഈ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഇന്ന ആളുകളുണ്ട്, ഇത്ര ആളുകളാണെന്ന് പറഞ്ഞിട്ട് ആ ആളുകൾക്കാണ് പെർമിഷൻ തരുന്നത്. അത് ഞങ്ങൾ റെയിൽവേയിൽ തന്നെയാണ് അതിൻ്റെ പൈസ അടയ്ക്കുന്നതും ആ അടച്ച് അങ്ങനെ പോന്നുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ ഇവിടെ തന്ന 2 ആൾക്കാർ സ്ഥിതി എന്താ വെച്ചാൽ അവർ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്ന ഒരു 10 കിലോമീറ്റർ അപ്പുറത്തുള്ള ടാക്സി സ്റ്റാൻഡിൽ സർവീസ് നടത്തിയിരുന്ന 2 ഡ്രൈവർമാരാണ്. അവർ അവിടെ കൊടുത്തത് ഒരു ട്രേഡ് യൂണിയൻ മുഖാന്തരം തന്നെ അവിടെ കൊടുത്ത ലെറ്റർ പേഡിനകത്ത് എന്താ വെച്ചാൽ ഒരാൾക്ക് ശാരീരിക ബുദ്ധിമുട്ടുള്ളത് കൊണ്ടും ഒരാൾക്ക് വീട്ടിലെ പ്രശ്നമുള്ളത് കാരണം കൊണ്ട് ടാക്സി സർവീസ് എടുത്തു പോകാൻ ഞങ്ങൾക്ക് പറ്റാത്തത് കൊണ്ട് ഞങ്ങൾ നിർദ്ദേശിക്കുന്ന 2 ആളുകളെ അംഗത്വം കൊടുക്കാമെന്ന് പറഞ്ഞ് ഇവർ അവിടെ എഴുതി കൊടുത്ത അങ്ങനെ ശാരീരിക ബുദ്ധിമുട്ടും മറ്റ് പ്രയാസങ്ങളുള്ള ആളുകൾക്കാണ് ഇവിടെ അംഗീകാരം കൊടുത്ത് 24 hours ഓടുന്ന റെയിൽവേ സ്റ്റേഷനിനകത്ത്. ഈ പ്രശ്നം എത്രയും പെട്ടെന്ന് പരിഹരിക്കണമെന്നും ഈ റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടാകുന്ന യാത്രക്കാർക്ക് ഉണ്ടാകുന്ന അസൗകര്യങ്ങൾ അല്ലെങ്കിൽ അത് പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഉടനടി ഉണ്ടാവണമെന്നുമാണ് ടാക്സി ഡ്രൈവർമാർ പറയുന്നത്. ഭിന്നശേഷി ബോധവൽക്കരണത്തിന്റെ ഭാഗമായി റാലിയും പൊതുയോഗവും സംഘടിപ്പിച്ച് സക്ഷമ. കോഴിക്കോട് കടപ്പുറത്ത് നടന്ന പരിപാടി ക്രൈംബ്രാഞ്ച് IG പ്രകാശ് ഉദ്ഘാടനം ചെയ്തു. സക്ഷമയുടെ ആവശ്യം പരിഗണിച്ച് കോഴിക്കോട് ബീച്ചിൽ ഭിന്നശേഷിക്കാർക്ക് മാത്രമായി പ്രത്യേക പാർക്കിംഗ് സൗകര്യവും ഏർപ്പെടുത്തി. ഭിന്നശേഷി സൗഹൃദമായ കെട്ടിടങ്ങൾ, റോഡുകൾ, പാതയോരങ്ങൾ, പൊതുഗതാഗത സംവിധാനങ്ങൾ തുടങ്ങിയ ഭിന്നശേഷി അവകാശ നിയമം നിലവിൽ വന്ന് വർഷങ്ങൾ കഴിഞ്ഞിട്ടും അവ നടപ്പിലായിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് ദിവ്യാംഗ സമൂഹത്തിന്റെ നിയമപരമായ അവകാശങ്ങൾ ഉറപ്പുവരുത്തുന്നതിനായി എൻ്റെ വഴി എൻ്റെ ജീവിതം എന്ന സന്ദേശമുയർത്തി സക്ഷമ രംഗത്തെത്തിയത്. എല്ലാവരും ഏതെങ്കിലും ഒരു കാലത്ത് ഭിന്നശേഷിയാകാൻ സാധ്യതയുള്ളൂ. എല്ലാവർക്കും ഡിഫറെൻ്റ് ലേബിൾഡ് ആയിരിക്കാം. അപ്പോൾ അവർക്കുള്ള ഒരു പ്രത്യേക സൗകര്യം എല്ലാ സ്ഥലത്തും ചെയ്യേണ്ടതാണ്. ഇത് വെസ്റ്റേൺ കൺട്രീസിലൊക്കെ എല്ലാ രാജ്യങ്ങളിലും നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അവരൊന്നും പറയണ്ട, ഒരു യൂണിവേഴ്സിറ്റി ഡിസൈൻ പ്രിൻസിപ്പിൾസ് എന്നുള്ളത് എല്ലാ സ്ഥലത്തും ഉണ്ടാവും. ഇത് ഒരു നല്ലൊരു തുടക്കമാണ് സക്ഷമ കേരളം ചെയ്യുന്നത്. ഈ ബോധവൽക്കരണ പരിപാടിയും എൻ്റെ വഴി എൻ്റെ ജീവിതമുള്ള പരിപാടി ഇനി നല്ല രീതിയിൽ വരട്ടെ. ഭിന്നശേഷി ക്ഷേമ നിധി സമാഹരണവും IG ഉദ്ഘാടനം ചെയ്തു. പരിപാടിയിൽ IMA കോഴിക്കോട് ബ്രാഞ്ച് പ്രസിഡന്റ് ശങ്കർ മഹാദേവൻ സന്നിഹിതനായിരുന്നു. ഭിന്നശേഷി സൗഹാർദ്ദപരമായിട്ടുള്ള അതിനുവേണ്ടിയുള്ള റാമ്പുകൾ, അവർക്ക് വേണ്ടിയുള്ള പാർക്കിംഗ് സൗകര്യങ്ങൾ, വാഷ്റൂമുകൾ, ഇതെല്ലാം പ്രത്യേകമായിട്ട് വേണം. കാരണം അവരുടെ അവകാശങ്ങൾ എന്ന് പറയുന്നത് അവരുടെ വെറും ഒരു അവകാശം മാത്രമല്ല, അത് നമ്മൾ അവരെയും കൂടെ ചേർത്ത് പിടിക്കുമ്പോൾ മാത്രമേ നമ്മളും ഒരു പരിഷ്കൃത സമൂഹത്തിൻ്റെ ഭാഗമാവുന്നുള്ളൂ. അതുവരെ നമ്മൾ ഒരു പരിഷ്കൃത സമൂഹമായി കണക്കാക്കാൻ കൂടി സാധിക്കില്ല. എല്ലാ ബിൽഡിങ്ങുകളിലും റോഡുകളിൽ പാർക്കിംഗ് ആയാലും ബിൽഡിങ്ങിൻ്റെ അകത്തുള്ള പാർക്കിംഗ് ആയാലും ഇത്തരത്തിലുള്ള വാഷ്റൂമുകൾ, സൗകര്യങ്ങൾ ഇതെല്ലാം ഒരുക്കേണ്ടതായിട്ടുണ്ട്. സക്ഷമയുടെ ആവശ്യം പരിഗണിച്ച് ഭിന്നശേഷിക്കാർക്കായി കടൽത്തീരത്ത് ആക്സസിബിൾ പാർക്കിങ്ങിന് പ്രത്യേക സ്ഥലം അനുവദിച്ചിട്ടുണ്ട്. കേരളത്തിൽ ആദ്യമായി കോഴിക്കോടാണ് ഇത് നടപ്പിലാക്കുന്നത്. ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ കടലോരത്ത് പണിത റാമ്പിനോട് ചേർന്നാണ് ആക്സസിബിൾ പാർക്കിംഗ് ഏരിയ. വരും ദിവസങ്ങളിൽ പദ്ധതി നടപ്പിലാകും. സക്ഷമ തന്നെയാണ് ഇതിനാവശ്യമായ മുഴുവൻ പണവും മുടക്കുന്നത്. ജനം, കോഴിക്കോട്. കലോത്സവ വാർത്തകൾ നോക്കാം. തിരുവനന്തപുരം. കലയുടെ സ്വന്തം തിരുവനന്തപുരം. തിരുവനന്തപുരം പവേർഡ് ബൈ ജിടെക്. ജോലിയാണ് ലക്ഷ്യമെങ്കിൽ പഠനം ജിടെക്കിൽ തന്നെ. ഇൻ അസോസിയേഷൻ വിത്ത് ജ്യോതിസ് ഗ്രൂപ്പ് ഓഫ് സ്കൂൾസ്, സ്പ്രെഡിംഗ് വാല്യൂ ബേസ്ഡ് എഡ്യൂക്കേഷൻ. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ സ്വർണ്ണക്കപ്പിന് കണ്ണൂരും തൃശൂരും തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം. കണ്ണൂർ 474 പോയിന്റും തൃശൂർ 471 പോയിന്റും കോഴിക്കോട് 469 പോയിന്റും നേടിയാണ് മുന്നേറുന്നത്. മൂന്നാം ദിനം മത്സരം പുരോഗമിക്കുമ്പോൾ പകുതിയോളം മത്സരങ്ങളാണ് ഇതുവരെ പൂർത്തിയായിട്ടുള്ളത്. ജനകീയ ഇനങ്ങളിലെ മത്സരങ്ങളും പുരോഗമിക്കുന്നുണ്ട്. കലയുടെ കൗമാര പോരാട്ടം അനന്തപുരിയിൽ ശക്തം, ഊർജ്ജസ്വലം. മൂന്നാം നാൾ മത്സരങ്ങൾ തുടരുമ്പോൾ നിലവിലെ ജേതാക്കളായ കണ്ണൂർ തന്നെയാണ് പോയിന്റ് നിലയിൽ മുന്നിൽ. ഇഞ്ചോടിഞ്ച് പോരാട്ടവുമായി തൃശൂർ ഒപ്പത്തിനൊപ്പം. കോഴിക്കോട് 3-ാം സ്ഥാനത്തും പാലക്കാട് 4-ാം സ്ഥാനത്തും തുടരുന്നു. ആകെ 249 ഇനങ്ങളിൽ പകുതിയിലും മത്സരങ്ങൾ പൂർത്തിയായി.
കണ്ണൂരും തൃശൂരും തമ്മിലുള്ള പോരാട്ടം അവസാന നിമിഷവും കനക്കുമെന്ന് ഇതോടെ വ്യക്തം. സ്കൂളുകൾ തമ്മിലുള്ള മത്സരവും വാശിയോടെ മുന്നേറുന്നു. തിരുവനന്തപുരം കാർമൽ ഹയർ സെക്കൻഡറി സ്കൂളും പത്തനംതിട്ട SVGV ഹയർ സെക്കൻഡറി സ്കൂളും ആലത്തൂർ ഗുരുകുലം ഹയർ സെക്കൻഡറി സ്കൂളും പോരാട്ടത്തിൽ ഒപ്പത്തിനൊപ്പമാണ്. ജനപ്രിയ ഇനങ്ങളായ മിമിക്രി, മോണോ ആക്ട്, നാടോടി നൃത്തം, ദഫ്മുട്ട്, ചവിട്ടുനാടകം എന്നിവയുടെ മത്സരങ്ങൾ പുരോഗമിക്കുകയാണ്. ഒരു മുഷ്ടി ചതുപ്പിൽ നിന്നുയർന്നു വന്നു, ചാമന്റെ വലം കരം ഉയർന്നു വന്നു. ജനം, തിരുവനന്തപുരം. ആവർത്തനങ്ങൾക്കിടയിലും ന്യൂ ജനറേഷൻ രീതികൾ പരീക്ഷിച്ച് കലോത്സവ വേദിയിലെ മിമിക്രി മത്സരം. ഓരോ ശബ്ദങ്ങളും കേട്ടതല്ലേ എന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാണ് വിക്രം സിനിമയിലെ സന്താനത്തിന്റെ എൻട്രി സോങ്ങും ആട് 2-ലെ BGM-ഉം. രശ്മി കാർത്തിക തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. പക്ഷികളും ട്രെയിനും ഉൾപ്പെടെ മിമിക്രി വേദികളിൽ സാധാരണ കാണുന്ന നിരവധി പെർഫോമൻസുകളാണ് ഇന്ന് നമുക്ക് കലോത്സവ വേദിയിൽ കാണാൻ കഴിഞ്ഞത്. പക്ഷേ അതിൽ നിന്നും വ്യത്യസ്തത കണ്ടെത്തുകയാണ് ഗൗതം കൃഷ്ണ എന്ന ഈ കൊച്ചു മെഡിക്കൻ. എവിടുന്നാ വരുന്നത്? ഞാൻ ഇടുക്കി തൊടുപുഴ സെന്റ് ജോർജസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന്. ഇന്നത്തെ പെർഫോമൻസ് വളരെ മികച്ചതായിരുന്നു. എങ്ങനെയാ ഈ ഒരു പുതുമയൊക്കെ മിമിക്രിയിൽ കണ്ടെത്തിയത്? എല്ലാവരും പക്ഷിയും പൂച്ച അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സിനിമയിൽ നിന്നൊരു BGM ചെയ്യാൻ ട്രൈ ചെയ്തപ്പോൾ ശരിയായി, അങ്ങനെ ചെയ്ത് പഠിച്ചു വന്ന. എങ്ങനെയാ പഠിച്ചത്? ഞാൻ ലോക്ക്ഡൌൺ സമയത്ത് ഇത് ഫോണിൽ നോക്കി പഠിച്ച് വന്നതാ. ഫോണിലെ ഓരോ ബീറ്റും അങ്ങനെയൊക്കെ കണ്ട് പഠിച്ചു വന്നതാ. സിനിമയിൽ എന്തെങ്കിലുമൊക്കെ അങ്ങനെ ആവണം എന്ന് ആഗ്രഹമുണ്ടോ? മീൻസ് ഇങ്ങനെ മിമിക്രി ഒക്കെ അവതരിപ്പിച്ച് എന്താവണം എന്ന് ആഗ്രഹം? സിനിമയിലൊക്കെ അഭിനയിക്കണം ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷെ ഇതുവരെയായിട്ട് അവസരമൊന്നും വന്നിട്ടില്ല. അങ്ങനെയൊക്കെ ഒരു ആഗ്രഹം ഉണ്ട്. വേദിയിൽ കൈയടിച്ച പെർഫോമൻസ് ആണ് ഗൗതത്തിൻ്റെത്. അപ്പം അതിലെ ആ മ്യൂസിക് ഉണ്ടല്ലോ സിനിമയിലെ, അത് നമ്മുടെ ജനം TVക്ക് വേണ്ടി ഒന്ന് അവതരിപ്പിക്കാം. ചെയ്യാം. ആട് 2-ലെ സർബത്ത് ഷമീർ എന്നൊരു ക്യാരക്ടർ ഉണ്ട്. അദ്ദേഹം എന്ത് ചെയ്താലും ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇല്ലാണ്ട് ചെയ്തില്ല. ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒന്ന് ചെയ്യാം. വേറൊരു സിനിമയുണ്ടല്ലോ നമ്മുടെ സന്താനത്തിന്റെ ഒരു മ്യൂസിക്. സന്താനം, വിക്രം സിനിമയിലെ സന്താനത്തിന്റെ ഒരു എൻട്രി BGM അത് പറയാം. വേറെ എന്തെങ്കിലും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഏതെങ്കിലും ഒരു പെർഫോമൻസും കൂടെ ചെയ്യുമോ? ഞാൻ ചെയ്യുന്ന വെച്ചാൽ ഒരു ടൂറിസ്റ്റ് ബസ്സിൻ്റെ അകത്ത് ഒരു പാട്ടിട്ടുണ്ട്, നമ്മൾ അകത്ത് നിന്ന് കേൾക്കലും പുറത്ത് നിന്ന് കേൾക്കലും ഒരു വ്യത്യസ്ത ശബ്ദമായിരിക്കും. അപ്പോൾ അകത്ത് നിന്ന് നോക്കലും നല്ല വോളിയത്തിലൊരു ശബ്ദമായിരിക്കും, പുറത്ത് നിന്ന് ഇടുങ്ങിയ ശബ്ദമായിരിക്കും. ആ ഡിഫറൻസ് നോക്കാം. ആദ്യം അകത്ത്, പിന്നെ പുറത്ത്. മൈക്കൊന്ന് തൊണ്ടാക്കുന്നതാണ്. ആദ്യം അകത്താണ്. വേദിയിൽ ഭയങ്കര കയ്യടിയായിരുന്നു ഗൗതത്തിന്റെ പെർഫോമൻസ്. അപ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ പല ആവർത്തനങ്ങളുണ്ട് എങ്കിൽ പോലും ഇത്തരം വ്യത്യസ്തമായിട്ടുള്ള ഓരോ കാര്യങ്ങൾ കണ്ടുപിടിച്ച് വളരെ കഴിവുള്ള കുട്ടികളാണ് നമ്മുടെ ഓരോരുത്തരും. ഏതായാലും കൺഗ്രാജുലേഷൻസ്. ഫസ്റ്റ് കിട്ടുമെന്ന പ്രതീക്ഷയുണ്ടോ? പ്രതീക്ഷയുണ്ട്, കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്. ഏതായാലും കിട്ടട്ടെ. കലോത്സവ വേദിയിൽ നിന്നും ക്യാമറമാൻ ഗോപുവിനൊപ്പം രശ്മി കാർത്തിക. ഉച്ചവാർത്ത പൂർണ്ണമാകുന്നു. നമസ്തേ.